നമസ്കാരം കുട്ടികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആൻഡ് സ്പെക്ട്രൽ ലൈൻസ് എന്ന പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻ നമ്മൾ വിശദമായി പഠിച്ചതാണ്. ഇനി നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദാണ്ട് ഇങ്ങനെയാണ്: ദ സ്പെക്ട്രം ഓഫ് ഹീലിയം ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സിമിലർ ടു ദാറ്റ് ഓഫ്. അപ്പോൾ ഹീലിയം എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ സ്പെക്ട്രം ഏത് ആറ്റത്തിന് സിമിലറാണ്? അപ്പോൾ ഹീലിയം എന്ന് തന്നിരിക്കുന്ന, ഹീലിയത്തിന് ചാർജ് ഒന്നും തന്നിട്ടില്ല. ഹീലിയം എന്താ ഹീലിയത്തിൻ്റെ പ്രത്യേകത? ഹീലിയം എന്ന് പറയുന്ന ആറ്റം 2 ഇലക്ട്രോൺ സിസ്റ്റമാണ്. 2 ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റമാണ് അല്ലേ. അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4 നമുക്കറിയാം. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഹീലിയത്തിൽ? 2 ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോൺ ഉള്ള ഹീലിയം കാണിക്കുന്ന സ്പെക്ട്രം അതേ 2 ഇലക്ട്രോൺ ഉള്ള വേറൊരു ആറ്റത്തിന് സിമിലർ ആയിരിക്കും. അപ്പോൾ 1 ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജൻ കാണിക്കുന്ന സ്പെക്ട്രം 1 ഇലക്ട്രോൺ ഉള്ള ആറ്റങ്ങൾക്ക് സിമിലർ ആണ് എന്ന് പറഞ്ഞതുപോലെ ഹീലിയത്തിൻ്റെ സ്പെക്ട്രം സിമിലർ ആകുന്നത് അത്രയും തന്നെ ഇലക്ട്രോൺ ഉള്ള അടുത്തൊരു ആറ്റത്തിനായിരിക്കും. അപ്പോൾ അത്ര ഇലക്ട്രോൺ ഉള്ള ആറ്റമോ അയോൺസോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഒന്ന് തന്നിരിക്കുന്ന ഹൈഡ്രജൻ ആണ്. അല്ല, ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ 1. ഹൈഡ്രജൻ 1 ഇലക്ട്രോണേ ഉള്ളൂ. സോഡിയത്തിനകത്ത് 11 ഇലക്ട്രോൺ ഉണ്ട്. ഹീലിയം പ്ലസിനകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ. ഹൈഡ്രജന് സിമിലറാണ്. ഇനി ലിഥിയം പ്ലസ് എടുത്താൽ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അതിൽ നിന്ന് 1 ഇലക്ട്രോണെ കളഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആകും. അപ്പോൾ 2 ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആരാ? ലിഥിയം. സോ ഹീലിയത്തിന് സിമിലർ ആയിട്ട് സ്പെക്ട്രം കാണിക്കുന്ന ആറ്റം ലിഥിയമാണ്. ലിഥിയം. അപ്പോൾ ആൻസർ ലിഥിയമാണ്. അപ്പോൾ ഡി ഈസ് ദ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ തേർഡ് ലൈൻ ഓഫ് ബാൽമർ സീരീസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ട്രാൻസിഷൻ ഇൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ട്രാൻസിഷനാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബാൽമർ സീരീസിലെ തേർഡ് ലൈന് കറസ്പോണ്ടിങ് അല്ലേ? അത് 2 രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ആ സ്പെക്ട്രൽ ലൈൻ അങ്ങ് വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ ബാൽമർ സീരീസ് കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻ, അപ്പോൾ ബാൽമർ സീരീസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ്ട് ഞാൻ വരയ്ക്കുന്ന നോക്കിയോ, ഇത് എനർജി ലെവൽസാണ്. N = 1, രണ്ടാമത്തെ N = 2, അതിന് മുകളിൽ N = 3 അല്ലെ. ഹൈഡ്രജൻ്റെ എനർജി ലെവലുകൾ വരച്ചാൽ ദെൻ N = കുറച്ചുകൂടെ ഉയരത്തിൽ 4, മുകളിൽ N = 5, N = 6 എക്സെട്ര. അണ്ടിങ്ങനെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടുന്ന എന്താ? ബാൽമർ സീരീസ്. അപ്പോൾ ബാൽമർ സീരീസിൻ്റെ പ്രത്യേകത എന്താ? ബാൽമർ സീരീസിൽ സ്പെക്ട്രൽ ലൈൻസ് കിട്ടുന്നത് ഹയർ എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺ സെക്കൻഡ് എനർജി ലെവലിലേക്ക് വരുമ്പോഴാണ്. സെക്കൻഡ് എനർജി ലെവൽ ഇതാ. അപ്പോൾ ഇലക്ട്രോൺ ഫ്രം ഹയർ എനർജി ലെവൽ ടു സെക്കൻഡ് എനർജി ലെവൽ. അപ്പോൾ എവിടെ നിന്നൊക്കെ വരാം? തേർഡ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് വരാം ഫസ്റ്റ് ലൈൻ. ഫോർത്ത് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് വരാം സെക്കൻഡ് ലൈൻ. ഫിഫ്ത്ത് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് വരാം തേർഡ് ലൈൻ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ബാൽമർ സീരീസിലെ ലൈൻസാണിത്. ആ ബാൽമർ സീരീസിലെ തേർഡ് ലൈൻ എവിടെ നിന്നുണ്ടാകുന്നു? ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫ്രം 5th ലെവൽ ടു സെക്കൻഡ് ലെവൽ. കണ്ടോ, 5ാമത്തെ ലെവലിൽ നിന്നും 2ാമത്തെ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് 3ാമത്തെ സ്പെക്ട്രൽ ലൈൻ കിട്ടുന്നത് ബാൽമർ സീരീസിൽ. അതുകൊണ്ട് ഇങ്ങനെ വരച്ച് നോക്കി. ലൈമാൻ സീരീസാണ് ചോദ്യമെങ്കിൽ ദയവായി ലൈമാൻ സീരീസ് വരയ്ക്കണം. ഇങ്ങനെ വരച്ച് നോക്കി നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇനി ചോദ്യം ഈ 5ാമത്തെ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ 3ാമത്തെ ലൈനൊന്നുമില്ല, 5ഓ 6ഓ അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ ചോദിച്ചാൽ നമുക്ക് എപ്പോഴും അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. ഒരുപാട് ലൈൻസൊക്കെ നമുക്ക് വരച്ചുകൊണ്ടിരുന്ന സമയമില്ല അല്ലേ. മുകളിലേക്കുള്ള ലൈൻസൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനുള്ള എളുപ്പമൊരു മാർഗ്ഗമുണ്ട്. മാത്തമാറ്റിക്കലായിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും അറിയാം, ഏതൊരു സീരീസിലും സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഗ്രൗണ്ട് എനർജി ലെവലും അല്ലെങ്കിൽ അതിലെ ഏറ്റവും എനർജി കുറഞ്ഞ ലെവലും എക്സൈറ്റഡ് സ്റ്റേറ്റ് ലെവലുകളും നമ്മളതിനെ N1 എന്നും N2 എന്നും മാർക്ക് ചെയ്യും. അപ്പോൾ N1 എന്ന് പറയുന്ന എനർജി കുറഞ്ഞ ലെവൽ, N2 എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ലെവലാണ്. അതിലെപ്പോഴും N2-ന് പ്രത്യേകതയുണ്ട്. എന്താ N2-ൻ്റെ പ്രത്യേകത? N2 ഈസ് ഓൾവേസ് N1+1 ആയിരിക്കും സ്റ്റാർട്ടിങ്. N2 സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? N1+1 നിന്നായിരിക്കും. എന്ന് വെച്ചാൽ N1 എത്ര ആണോ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം. അതായിരിക്കും ഫസ്റ്റ് ലൈൻ. അപ്പോൾ N1-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നതായിരിക്കും N2 എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ആ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നായിരിക്കും ഫസ്റ്റ് ലൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ N1+2 എടുത്താൽ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടും. ആ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നായിരിക്കും സെക്കൻഡ് ലൈൻ ഉണ്ടാകുന്നത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? N2 കണ്ടെത്താൻ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് എന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യണം? N2-ൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ N1+, ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എഴുതാം 1 2 3 എക്സെട്ര. 1 2 3 എക്സെട്ര. അവിടെ 1 2 3 എന്ന് പറയുന്നത് എന്താണ്?
എത്രാമത്തെ ലെവലിൽ നിന്നാണോ വരുന്നത് അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ്. എത്രാമത്തെ ട്രാൻസിഷൻ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നേക്കും. ആ തന്നിരിക്കുന്ന ട്രാൻസിഷൻ അല്ലെങ്കിൽ എത്രാമത്തെ ലൈനാണ് നമുക്ക് വേണ്ടുന്നത് എന്ന് പറയുന്ന നമ്പറാണ് ഈ 1 2 3 എക്സെട്ര എന്ന് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ജനറലായിട്ട് നിങ്ങൾ എക്സ് എന്നോ വൈ എന്നോ അങ്ങനെ എഴുതിയാലും മതി. എക്സ് ഓർ വൈ ഓർ സംതിങ്, എക്സ് എന്ന് അങ്ങ് ഇട്ടേക്കാം. അവിടെ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ വേർ എക്സ് ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്ന് വരും. അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പറയുന്നു ആ സീരീസിലെ ഫസ്റ്റ് ലൈൻ. അപ്പോൾ ഏതെങ്കിലും സീരീസിലെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 1. സെക്കൻഡ് ലൈൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എക്സ് ഈക്വൽ ടു 2. തേർഡ് ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ എക്സ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന തേർഡ് ലൈൻ എവിടെ നിന്ന് കിട്ടിയെന്ന. അപ്പോൾ ബാൽമർ സീരീസിലെ തേർഡ് ലൈൻ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അപ്പോൾ എക്സിൻ്റെ വില 3 എക്സ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ N2 സമം N2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബാൽമർ സീരീസിൻ്റെ N1 എടുക്കണം. സോ ഫോർ ബാൽമർ സീരീസ് N1 എത്രയാ? എനർജി കുറഞ്ഞ ലെവൽ സെക്കൻഡ് ലെവൽ. അപ്പോൾ N1 എത്രയാ? സെക്കൻഡ് ലെവൽ. അപ്പോൾ ആ സെക്കൻഡ് ലെവലിൻ്റെ കൂടെ എത്രാമത്തെ എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോൺ വരുന്നു എന്നല്ലേ കണ്ടുപിടിക്കാനുള്ളത്? അത് തേർഡ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേർഡ് ലൈൻ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ തേർഡ് ലൈൻ എവിടെ നിന്ന് വരുന്നു? 2+3 നിന്ന്. അപ്പോൾ 2+3 എത്രയാ? 5 ആണ്. അപ്പോൾ ട്രാൻസിഷൻ ഫ്രം 5 to N2ൻ്റെ വില 5, N1ൻ്റെ വില നമുക്കറിയാം 2 ആണ്. സോ 5ൽ നിന്നും 2ലേക്ക്. അപ്പോൾ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. അപ്പോൾ എഴുതി കണ്ടുപിടിച്ചാൽ നമുക്ക് N2 കണ്ടുപിടിക്കണം ആദ്യം. N1 + X ആണ് N2. N1 എത്രയാണെന്ന് നമുക്കറിയാം. സീരീസ് തന്നാൽ N1ൻ്റെ വില നമുക്കറിയാം അല്ലേ? ബാൽമർ സീരീസ് ആണോ അല്ലെങ്കിൽ പാഷൻ സീരീസ് ആണോ ബ്രാക്കറ്റ് സീരീസ് ആണോ ക്വസ്റ്റ്യൻ തരുന്നത് നോക്കിയാൽ മതി. അതനുസരിച്ച് N1 നമുക്കറിയാം. N2ൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി N1 + X എന്ന് എടുത്താൽ മതി. അവിടെ X എന്ന് പറയുന്നത് എത്രാമത്തെ ലൈൻ അല്ലേ? എത്രാമത്തെ ലൈൻ എന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ചോദിക്കുന്ന ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1, സെക്കൻഡ് ലൈൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 2, തേർഡ് ലൈൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 3. അപ്പോൾ 100ാമത്തെ ലൈൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 100. 100th ലൈൻ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എക്സ് ഈക്വൽ ടു 100 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ N1 + 100 ഇവിടെയാണെങ്കിലോ 2 + 100 102 എന്ന് കിട്ടും. അപ്പോൾ 102ാമത്തെ എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നു, താഴേക്ക് വരുന്നു സെക്കൻഡ് ലെവലിലേക്ക്. അപ്പോൾ കിട്ടുന്ന ലൈറ്റ് അതായിരിക്കും 100ാമത്തെ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും സോൾവ് ചെയ്യാം. സോ ഉത്തരം നോക്കണം. അപ്പോൾ അതനുസരിച്ച് ഓപ്ഷൻ നോക്കണം. എത്രാമത്തെയാ? ഫസ്റ്റ് ഓപ്ഷൻ 5 to 2. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 5ൽ നിന്നും 2ലേക്ക് ഇലക്ട്രോൺ വരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോൺ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ എനർജി ലെവൽസ് പ്രൊഡ്യൂസസ് ദ ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ട്രാൻസിഷനിൽ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് ഏത് ട്രാൻസിഷൻ വഴിയാണ് ഉണ്ടാകുന്നത്? ഈ തന്നിരിക്കുന്ന ട്രാൻസിഷനിൽ വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഏതാണ്? അങ്ങനെയും ചോദിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ട്രാൻസിഷനിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റാണ്. അപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതും കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ചോദ്യം വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കിട്ടുന്ന എപ്പോഴും എവിടെയാണ്? നമ്മൾ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ എടുക്കുമ്പോൾ, ഒരു സ്പെക്ട്രം എടുക്കുമ്പോൾ ആ സ്പെക്ട്രത്തിൽ എനർജി ലെവൽസാണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ മുകളിലേക്ക്. അപ്പോൾ ഇങ്ങനെ എനർജി ലെവൽസ് എടുക്കുമ്പോൾ എപ്പോഴും ഏതൊരു സീരീസിൻ്റെയും ഫസ്റ്റ് ലൈറ്റ്, അപ്പോൾ ഏത് സീരീസ് എടുത്താലും ലൈമാൻ സീരീസ് ആണെങ്കിലും ബാൽമർ സീരീസ് ആണെങ്കിലും ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിലും ഏതെടുത്താലും അതിൽ ഫസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും എനർജി കുറഞ്ഞ ലൈറ്റ് ആയിരിക്കും, ലോ എനർജി ലൈറ്റ്. ഫസ്റ്റ് ലൈറ്റ് ഏറ്റവും എനർജി കുറവ്. എനർജി കുറഞ്ഞ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ലോ ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസിയും കുറവ്. ലൈറ്റിന് എനർജി കുറവാണെങ്കിൽ ഫ്രീക്വൻസി കുറവാണ്. അടുത്ത പറയുന്നു ഫ്രീക്വൻസി കുറവാണെങ്കിൽ ലൈറ്റിൻ്റെ അടുത്ത പ്രത്യേകത ഇറ്റ് ഷോസ് ഹൈ വേവ് ലെങ്ത്. ഹൈ വേവ് ലെങ്ത്, വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ഫ്രീക്വൻസി കുറവ്, എനർജി കുറവ്, വേവ് ലെങ്ത് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ആ സീരീസിലെ ലാസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരണം? ഇൻഫിനിറ്റ് എനർജി ലെവലിൽ നിന്നും വരുന്ന ലൈറ്റ്, ഇൻഫിനിറ്റിയിൽ നിന്നും താഴേക്ക് വരുന്ന ലൈറ്റ്, ലാസ്റ്റ് ലൈറ്റ്. ആ ലാസ്റ്റ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് നേരെ തിരിയും. എങ്ങനെ? ഹൈ എനർജി, ഹൈ എനർജി, എനർജി ഹൈ ആണെങ്കിൽ ഫ്രീക്വൻസിയും ഹൈ, ഹൈ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് നേരെ തിരിഞ്ഞു, ലോ വേവ് ലെങ്ത്, ലോ ലാംഡ. അപ്പോൾ ഇതാണ് ആ രണ്ട് ലൈറ്റുകളുടെ പ്രത്യേകത. ഏതൊരു സീരീസിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നമുക്ക് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഏതാണെന്നാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻ, ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ എനർജി ലെവൽസ് പ്രൊഡ്യൂസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നതിൽ N2 to N1 ഉണ്ട്, N3 to N1 ഉണ്ട്, N4 to N1 ഉണ്ട്, N4 to N3 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് N2ൽ നിന്ന് N1ലേക്ക്, ഇതാണ്ട് ഇതാ N2, ഇത് 1 2 3
4 5 എക്സെട്ര നമ്പർ കൊടുത്താൽ N2 to N1 ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചാൽ N2 to N1 ദാണ്ട് ഇതല്ലേ ഫസ്റ്റ് ലൈൻ. അടുത്ത തന്നിരിക്കുന്ന N3 to N1 N3 to N1 ദാണ്ട് ഇതാ ലൈൻ N3 to N1. അടുത്ത N4 to N1 N4 to N1 ഫോർത്ത് ലെവലിൽ നിന്ന് N1ലേക്ക്. ഇനി ഈ ലാസ്റ്റ് ലൈൻ വേറെ ആണേ, അത് നിങ്ങളെ നേരത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി തന്നിരിക്കുന്ന അടുത്ത എന്താ N4 to N3. അടുത്ത ഓപ്ഷൻ N4 to N3 4ൽ നിന്നും 1 2 3 4 ഇതാ 4ൽ നിന്നും 3ലേക്ക് ആണല്ലോ. അപ്പോൾ ഇവിടെ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ദാണ്ട് ഈ എനർജി ഗ്യാപ്പ് ചെറുതാണ്, ഈ എനർജി ഗ്യാപ്പ് ചെറുതാണ്, എനർജി കുറഞ്ഞ ലൈറ്റാണിത്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന ഇവിടുത്തെ ചോദ്യം ഷോർട്ടസ്റ്റ് വേവ് ലെങ്താ. എനർജി കുറവാണെങ്കിൽ നമുക്കറിയാം ഉറപ്പായിട്ടും ലോ എനർജിക്ക് ഹൈ വേവ് ലെങ്താണ് ഉള്ളത്. ഈ എനർജി ഗ്യാപ്പ് ചെറുതായതുകൊണ്ട് അവിടെ എനർജി എമിഷൻ ചെറുതാണ്. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റായിരിക്കും എമിറ്റ് ചെയ്യുന്നത്, അവിടെ ഹൈ വേവ് ലെങ്താണ്. അപ്പോൾ ഒരിക്കലും അതല്ല. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ എപ്പോഴും എനർജി ഗ്യാപ്പ് കൂടുതൽ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലിൻ്റെ ഇടയിലാണ്. ഫസ്റ്റ് ലെവലിനും സെക്കൻഡ് ലെവലിനും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ എനർജി ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ആ ട്രാൻസിഷൻ എടുക്കുമ്പോഴാണ് എനർജി ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നത്. ബാക്കിയുള്ള ഒരു ട്രാൻസിഷൻ എടുത്താലും അത്രയും എനർജി ചേഞ്ച് വരില്ല. അത് ആ പടം കാണുമ്പോൾ തന്നെ അറിയാം, അങ്ങനെ തന്നെ വരയ്ക്കണം. ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തമ്മിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഗ്യാപ്പ് ഉള്ളത്. മുകളിലേക്ക് പോകുമ്പോൾ ഗ്യാപ്പ് കുറഞ്ഞു വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ട്രാൻസിഷൻ ഫസ്റ്റ് ലെവലിലേക്ക് നടന്നാൽ അവിടെയായിരിക്കും എനർജി ഏറ്റവും കൂടുതൽ. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും എനർജി കൂടിയ ലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ദാണ്ടേ ഈ തന്നിരിക്കുന്നതിൽ നിന്നും ദാണ്ട് ഈ ട്രാൻസിഷൻ ഫോർത്ത് ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്ക് വരുന്നു. ഫോർത്ത് ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്ക് വരുന്ന ട്രാൻസിഷൻ എന്താ ട്രാൻസിഷൻ്റെ പ്രത്യേകത? അവിടെയാണ് എനർജി കൂടുതൽ. അപ്പോൾ എനർജി കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, എനർജി ഫ്രീക്വൻസി കൂടി, അപ്പോൾ വേവ് ലെങ്ത് കുറവ്, ലോ വേവ് ലെങ്ത്. സോ ദിസ് ട്രാൻസിഷൻ ഷോസ് ലോ വേവ് ലെങ്ത്. അപ്പോൾ ഏറ്റവും കൂടിയ എനർജിയുള്ള കൂട്ടത്തിൽ ഏറ്റവും എനർജി കൂടിയ ലൈറ്റ് മുകളിൽ നിന്ന് N1ലേക്ക് വരും. ആ ലൈറ്റിന് എപ്പോഴും ഫ്രീക്വൻസി കൂടുതൽ, എനർജി കൂടുതൽ, വേവ് ലെങ്ത് കുറവ്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് N4 to N1 ട്രാൻസിഷൻ. അപ്പോൾ ഓപ്ഷൻ 3 തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? മൂന്നാമത്തതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, N4 to N1. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ ഇതാണ്. ഫസ്റ്റ് ഗ്യാപ്പ് എനർജി ലെവലും സെക്കൻഡ് എനർജി ലെവലും തമ്മിലാണ് മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ വരുന്നുണ്ടെങ്കിൽ അവിടെ എനർജി ഗ്യാപ്പ് കൂടുതലാണ്. ഇനി അതിൽ തന്നെ എന്ത് ചെയ്യണം? അത് എവിടെ നിന്നാണ് നോക്കണം? 2ൽ നിന്ന് വന്നാൽ ഉള്ള എനർജി ഗ്യാപ്പിനേക്കാൾ കൂടുതലാണ് 3ൽ നിന്നും, അതിനേക്കാൾ കൂടുതലാണ് 4ൽ നിന്നും അല്ലേ ഫസ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ. ഇനി സെക്കൻഡ് ലെവലിലേക്കോ തേർഡ് ലെവലിലേക്കോ ഇലക്ട്രോൺ വരുന്നുണ്ടെങ്കിൽ ആ എനർജി ഗ്യാപ്പ് ചെറുതായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. എനർജി കുറഞ്ഞ എനർജി ആയിരിക്കും ഇവിടെ. അപ്പോൾ എനർജി കൂടുതലുള്ളത് ഇവിടെ ആരാണെന്ന് നോക്കിയാൽ മതി. ഈ കമ്പാരിസൺ നടത്തണം. ഇവിടെ എനർജി കൂടുതൽ ആർക്കാണോ അവർക്കാണ് ലോ ഫ്രീക്വൻസി. സോ ലോ വേവ് ലെങ്ത്, ഫ്രീക്വൻസി അല്ല വേവ് ലെങ്ത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ താണ്ട് ഇങ്ങനെയാണ്: വിച്ച് സീരീസ് ഹാവ് ഹയസ്റ്റ് എനർജി ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതൽ എനർജിയുള്ള സ്പെക്ട്രൽ സീരീസ് ഏത്? സ്പെക്ട്രൽ ലൈൻസ് ഏത്? ഏറ്റവും എനർജിയുള്ള സ്പെക്ട്രൽ ലൈൻ ഏതാ? ഹൈഡ്രജൻ സ്പെക്ട്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഓരോ സീരീസും വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈറ്റുകളെയാണ് തരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ മനസ്സിലാലോചിക്കണം. അതിൽ ഒന്നാമത്തെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഫസ്റ്റ് സീരീസ് ലൈമാൻ സീരീസ്, രണ്ടാമത്തെ സീരീസ് ബാൽമർ സീരീസ്, മൂന്നാമത്തെ സീരീസ് പാഷൻ സീരീസ്, ദെൻ ബ്രാക്കറ്റ് സീരീസ്, ദെൻ ഫണ്ട് സീരീസ്. ഇങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. അത് ലൈമാൻ സീരീസുകളുടെ പ്രത്യേകത എന്താ? അത് യു വി ലൈറ്റാണ്. ബാൽമർ സീരീസിൻ്റെ പ്രത്യേകത എന്താ? ബാൽമർ സീരീസിൽ കിട്ടുന്ന ലൈറ്റുകളൊക്കെ വിസിബിൾ ലൈറ്റാണ്. ഇനി മൂന്നാമത്തെ ആണെങ്കിലോ പാഷൻ സീരീസ് ആണെങ്കിലോ പാഷൻ സീരീസിൽ കിട്ടുന്ന ലൈറ്റുകളൊക്കെ IR ആണ്. ഇനി അങ്ങോട്ടുള്ളതിലൊക്കെ IR ആണ്. അവിടെ മാത്രം നോക്കിയാൽ മതി, ഇത് മാത്രം നോക്കിയാൽ മതി. യു വി ലൈറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്. എനർജി കൂടുതൽ ആർക്കാ? യു വി ലൈറ്റുകൾക്കാണ്. എനർജി കൂടിയ ലൈറ്റുകൾ യു വി ലൈറ്റുകളാണ്. അപ്പോൾ യു വി ലൈറ്റുകൾ ഏത് സീരീസ്? ലൈമാൻ സീരീസിലാണ്. അപ്പോൾ ലൈമാൻ സീരീസിലെ ഏത് ട്രാൻസിഷൻ തന്നാലും അവർക്ക് മറ്റുള്ളവരെക്കാൾ എനർജി കൂടുതലാണ്. അപ്പോൾ ലൈമാൻ സീരീസാണ് ഏറ്റവും എനർജി കൂടിയ ലൈറ്റ്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ എനർജി കൂടിയ ലൈറ്റ് ഏതാ? ലൈമാൻ സീരീസിലെ ലൈറ്റ്. ബിക്കോസ് ദേ ആർ യു വി ലൈറ്റ്, ദേ ആർ ഹൈ എനർജി ലൈറ്റ്സ്. അപ്പോൾ ബാക്കിയുള്ള സീരീസിനൊക്കെ എനർജി കുറഞ്ഞു വരും. വിസിബിൾ ലൈറ്റ് അതിനേക്കാൾ കുറവാണ് IR ലൈറ്റ്. ഓക്കെ, അതങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് പറയാം? ലൈമാൻ സീരീസ്. ആൻസർ ഈസ് ദ ലൈമാൻ സീരീസ്. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റായിട്ട് വരുന്നത്, കാരണം അത് യു വി ലൈറ്റ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ റേഷ്യോ ഓഫ് മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈമാൻ ആൻഡ് ബാൽമർ സീരീസ് വിൽ ബി. അപ്പോൾ മിനിമം ഫ്രീക്വൻസി
ലൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എടുക്കണം. ഏതിൻ്റെയൊക്കെയാ? ലൈമാൻ സീരീസിൻ്റെയും ബാൽമർ സീരീസിൻ്റെയും അല്ലേ. ലൈമാൻ സീരീസും ചോദിച്ചിട്ടുണ്ട്, ബാൽമർ സീരീസും അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് സീരീസിലുമുള്ള ലൈറ്റുകളിൽ വെച്ച് മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റുകളെ കണ്ടെത്തി അതിൻ്റെ റേഷ്യോ എടുത്താൽ, ഫ്രീക്വൻസി റേഷ്യോ എടുത്താൽ ആ ഫ്രീക്വൻസി റേഷ്യോ എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് മിനിമം ഫ്രീക്വൻസിയാണ്. നേരത്തെ നമ്മൾ ആ സീരീസ് വരച്ചപ്പോൾ കാണിച്ചതാ മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഏതാ? ഏറ്റവും എനർജി കുറഞ്ഞ ലൈറ്റിനാണ് മിനിമം ഫ്രീക്വൻസി, എനർജി കൂടിയ ലൈറ്റിനാണ് മാക്സിമം ഫ്രീക്വൻസി. അപ്പോൾ ഫസ്റ്റ് ലൈറ്റാണ് എനർജി കുറഞ്ഞ ലൈറ്റ്, ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസി. അപ്പോൾ ഏത് സ്പെക്ട്രൽ റീജിയനിലും ഏത് സ്പെക്ട്രൽ സീരീസിലെയും ഫസ്റ്റ് ലൈറ്റ് ഏറ്റവും എനർജി കുറഞ്ഞ ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈറ്റ് ഏതാ? ലൈമാൻ സീരീസ് അല്ലേ. ഇത് ഓർമ്മ വരാൻ വേണ്ടി ഈ പടം ഇങ്ങനെ വരയ്ക്കുന്ന പലതവണ നമ്മൾ വരച്ചതാണ്. ഓക്കെ, എങ്കിലും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ആ പടം വരയ്ക്കുന്നത്. അപ്പോൾ ലൈമാൻ സീരീസിലെ ഏറ്റവും മിനിമം ഫ്രീക്വൻസി ഏതാ? ഫസ്റ്റ് ലൈറ്റ്. അപ്പോൾ എവിടുന്ന് വരണം? ഫസ്റ്റ് ലൈറ്റ് വരുന്നത് സെക്കൻഡ് എനർജി ലെവലിൽ നിന്ന് ഫസ്റ്റ് എനർജി ലെവലിലേക്കാണ്. ഇതേപോലെ ബാൽമർ സീരീസിലെ ഏറ്റവും മിനിമം ഫ്രീക്വൻസി ഏതാ? ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈറ്റ് എവിടുന്ന് വരണം? തേർഡ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക്. ഈ രണ്ട് ലൈറ്റിൻ്റെയും ഫ്രീക്വൻസി തമ്മിൽ കമ്പയർ ചെയ്യാം, റേഷ്യോ എടുക്കണം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫ്രീക്വൻസി റേഷ്യോ എടുക്കാം. ആദ്യം ലൈമാൻ സീരീസിൻ്റെ ഫ്രീക്വൻസി, ഞാൻ ഫ്രീക്വൻസി ഓഫ് ലൈമാൻ സീരീസ് ന്യൂ എൽ എന്ന് വിളിച്ചു. അല്ലെ, ന്യൂ എൽ. എങ്ങനെയാണ് ന്യൂ കണ്ടുപിടിക്കുന്നത്? ന്യൂ ഈസ് ഈക്വൽ ടു, നമുക്ക് ന്യൂ ഇൻഡിക്കേഷൻ ഡയറക്റ്റ് അറിയത്തില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ എപ്പോഴും സ്പെക്ട്രൽ ലൈൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ? ന്യൂ ബാർ അല്ലേ. സ്പെക്ട്രൽ ലൈനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇതാ. ഇത് ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഇത്, ഹൈഡ്രജൻ അല്ലെങ്കിൽ Z² അറ്റോമിക് നമ്പറൂടെ വരും. അപ്പോൾ ഇത് ഹൈഡ്രജൻ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാൽമർ സീരീസ് ലൈമാൻ സീരീസ് ഹൈഡ്രജൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ന്യൂ ബാറിൻ്റെ അറിയാം. അപ്പോൾ ന്യൂവിൻ്റെ വേണം. എന്താ ന്യൂവും ന്യൂ ബാറും തമ്മിലുള്ള ബന്ധം? സോ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ ബാർ? ന്യൂ ഈസ് ഈക്വൽ ടു C ഇൻറ്റു ന്യൂ ബാർ. ഇതാണ് ഇക്വേഷൻ. ന്യൂ ഈസ് ഈക്വൽ ടു C ഇൻറ്റു ന്യൂ ബാർ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ ബാർ? ന്യൂ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു C വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻറ്റു വേവ് നമ്പർ. വെലോസിറ്റി ഇൻറ്റു വേവ് നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂ എൽ ഈസ് ഈക്വൽ ടു ലൈമാൻ സീരീസിൻ്റെ മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് എങ്ങനെ എഴുതും? C ഇൻറ്റു ന്യൂ ബാർ. ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എത്രയാ? RH ഇൻറ്റു 1/, ഇനി N1 N2 ഒന്നെടുത്ത്. N1 എത്രയാ? ലൈമാൻ സീരീസ് N1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1² മൈനസ് 1/, സെക്കൻഡ് ലെവൽ N2 എന്ന് പറഞ്ഞാൽ 2². N1 N2 നമുക്കറിയാം, 1² മൈനസ് 2². ഇതാണ് മിനിമം ഫ്രീക്വൻസി ലൈറ്റ് ആണല്ലോ. ഇനി ഇതേപോലെ ബാൽമർ സീരീസ് എടുക്കണം. ബാൽമർ സീരീസിൻ്റെ മിനിമം ഫ്രീക്വൻസി C ഇൻറ്റു RH ഇൻറ്റു അവിടെ എന്ത് വരും? 1/, അവിടുത്തെ N1 എന്ന് പറയുന്നത് 2 ആണ്, 2² മൈനസ് അവിടെ N2 എന്ന് പറയുന്നത് 3 ആണ്, സോ 1/3² അല്ലേ. ഇതാണ് അവിടെ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് വരണം, എന്നുവെച്ചാൽ ഫസ്റ്റ് ലൈറ്റ്. ഇവിടെ തേർഡ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് വരണം, അവിടുത്തെ ഫസ്റ്റ് ലൈറ്റ്. ഇനി രണ്ടിൻ്റെയും കൂടെ റേഷ്യോ വേണ്ടത്. ദെയർഫോർ ന്യൂ എൽ ബൈ ന്യൂ ബി ഈസ് ഈക്വൽ ടു C ഇൻറ്റു മുകളിൽ RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² ഫോർ ലൈമാൻ സീരീസ് ഡിവൈഡഡ് ബൈ C ഇൻറ്റു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² ഫോർ ബാൽമർ സീരീസ്. RH CRH ക്യാൻസൽ. ഇനി മുകളിൽ 1/n1² മൈനസ് 1/n2² സോൾവ് ചെയ്തേ. 2² മൈനസ് 1² ബൈ 2² ഇൻറ്റു 1². ദാറ്റ് ഈസ് 4 മൈനസ് 1/4 ഇൻറ്റു 1 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 3² മൈനസ് 2² അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3² മൈനസ് 2² ബൈ 3² ഇൻറ്റു 2². 3² മൈനസ് 2² എന്ന് പറയുന്നത് 9 മൈനസ് 4 5 ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ 9. 4 ഇൻറ്റു 9 36. സോ ദ ആൻസർ ഈസ് 3/4 ഡിവൈഡഡ് ബൈ 5/36. 5/36നെ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ക്യാൻസൽ ചെയ്യാലോ, 4ഉം 36ഉം എത്ര? 9 എന്ന് വരും. 9. സോ 3 ഇൻറ്റു 9/5. 3 ഇൻറ്റു 9 27 ആണ്. 27 ഡിവൈഡ് ബൈ 5 ഈസ് ദ ആൻസർ. 27 ഡിവൈഡ് ബൈ 5 ചെയ്താൽ ഉത്തരം കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരമായി. എത്രയാണ്? 27 ഡിവൈഡ് ബൈ 5. സിമ്പിളായിട്ട് ചെയ്തുകൂടെ?
25/5 ആണെങ്കിൽ 5 എന്ന് കിട്ടും. അപ്പോൾ 27/5 ആണെങ്കിൽ എത്ര പ്രാവശ്യം 5 5 × 5 25, റിമൈൻഡർ 2 ആണ്. സോ ഡെസിമൽ കൊടുത്തു 24 വരും. സോ 5 × 4 20 0. ആൻസർ 5.4. അപ്പോൾ ഓപ്ഷനകത്ത് നോക്കണം, ദ റേഷ്യോ ഈസ് 5.4. ഇത്രയേ ഉള്ളൂ, കണ്ടുപിടിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. 5.4 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളിത് സോൾവ് ചെയ്യുമ്പോൾ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് വേണ്ട, ഈ തന്നിരിക്കുന്ന C × RH C × RH എടുക്കേണ്ട കാര്യമൊന്നുമില്ല. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നീ എഴുതുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫ്രീക്വൻസി റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം എടുത്താൽ മതി. ഫ്രീക്വൻസി റേഷ്യോ, രണ്ട് സീരീസിലുള്ള ലൈൻസിൻ്റെ ഫ്രീക്വൻസി റേഷ്യോ ചോദിച്ചാൽ ഫ്രീക്വൻസി ഓഫ് ലൈമാൻ സീരീസ് ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ലൈൻ ഇൻ ബാൽമർ സീരീസ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, അവിടെയുള്ള ആ ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷനുകൾ തമ്മിലുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ 1/n1² - 1/n2² ഡിവൈഡഡ് ബൈ താഴെയും അതേപോലെ ഏത് ലൈറ്റാണോ വേണ്ടുന്നത് ആ ട്രാൻസിഷൻ നടക്കുന്നത് ആരൊക്കെ തമ്മിൽ, ഏതൊക്കെ എനർജി ലെവലുകൾ തമ്മിൽ, അവർ തമ്മിലുള്ള വ്യത്യാസം, ദാറ്റ് ഈസ് 1/n1² - 1/n2² എന്ന് മുകളിലും താഴെ എടുത്ത് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഈ എഴുതുന്ന ടേം ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കാം. ഫ്രീക്വൻസി റേഷ്യോ എടുക്കാൻ പറഞ്ഞാൽ അതാണ്ട് ഈ ട്രാൻസിഷനുകൾ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5.4. ഓപ്ഷൻ ഉണ്ട്, സി ഈസ് ദ ആൻസർ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ 5.4 ആണ് കിട്ടുന്ന ഉത്തരം. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ സോൾവ് ചെയ്ത് പഠിക്കുക, എളുപ്പ രീതിയിൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ട്രാൻസിഷൻ എമിറ്റ്സ് ദ ഫോട്ടോൺ ഓഫ് മാക്സിമം ഫ്രീക്വൻസി. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്ന ട്രാൻസിഷനിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, കൂടുതലാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി, മാക്സിമം ഫ്രീക്വൻസി ഏത് ട്രാൻസിഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കൂടിയ ട്രാൻസിഷൻ ഏതാണെന്ന് നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രീക്വൻസി കൂടിയ ട്രാൻസിഷൻ എന്നോ എനർജി കൂടിയ ലൈറ്റ് എന്നോ എനർജി കൂടിയ ട്രാൻസിഷൻ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും ലൈമാൻ സീരീസ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലൈമാൻ സീരീസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. കാരണം ലൈമാൻ സീരീസിൽ കിട്ടുന്ന ലൈറ്റുകളൊക്കെ UV ലൈറ്റാണ്. ഓൾ ലൈറ്റ് ആർ UV ലൈറ്റ്സ്. അപ്പോൾ ലൈമാൻ സീരീസിലെ ലൈറ്റുകളെല്ലാം UV ലൈറ്റാണ്. ബാൽമർ സീരീസ് വിസിബിൾ ലൈറ്റാണ്. അപ്പോൾ ഏത് ട്രാൻസിഷൻ എടുത്താലും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഏത് നമ്പർ ഓഫ് ലൈൻസോ ആയിക്കോട്ടെ, ലൈമാൻ സീരീസ് ആണോ, ലൈമാൻ സീരീസിലെ ലൈറ്റുകൾ മൊത്തത്തിൽ UV ലൈറ്റുകൾക്ക് തുല്യം. അവരുടെ എല്ലാവർക്കും ഫ്രീക്വൻസിയും കൂടുതലാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഫ്രീക്വൻസി കൂടുതലാണ്, എനർജിയും കൂടുതലാണ്. ഇനി അവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ലൈമാൻ സീരീസിലെ ലൈറ്റുകൾ തമ്മിൽ ഫസ്റ്റ് ലൈറ്റ്, സെക്കൻഡ് ലൈറ്റ്, തേർഡ് ലൈറ്റ്, അവർ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. എനർജി കൂടിയ ലൈറ്റും എനർജി കുറഞ്ഞ ലൈറ്റും ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലും കുറഞ്ഞതും ഉണ്ട്. അത് കമ്പയർ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാർഗ്ഗം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ലൈമാൻ സീരീസുകൾക്ക് മറ്റുള്ള സീരീസ് ഓഫ് ലൈൻസിനേക്കാൾ ഈ പറഞ്ഞ ഫ്രീക്വൻസിയും എനർജിയും എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ ലൈമാൻ സീരീസ് എടുത്താൽ മതി. ലൈമാൻ സീരീസ്. അപ്പോൾ ഓപ്ഷൻ നോക്കണം, ഉണ്ടോ? യെസ്, ഓപ്ഷൻ നോക്കി. ആദ്യം ബാൽമർ സീരീസ് തന്നിട്ടുണ്ട്, പാഷൻ സീരീസ് ഉണ്ട്, ഹംഫ്രി സീരീസ് ഉണ്ട്, ലൈമാൻ സീരീസ് ഉണ്ട്. വേറെ ഒന്നും നോക്കണ്ട, സീരീസ് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്പെക്ട്രൽ ലൈൻ ഓഫ് ലൈമാൻ സീരീസ്, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്തോ ആയിക്കോട്ടെ, ഏത് ലൈനായാലും ഇവരെക്കാളെല്ലാം എനർജി കൂടുതൽ അവർക്കായിരിക്കും, എനർജിയും ഫ്രീക്വൻസിയും. ലൈമാൻ സീരീസിലെ ഫസ്റ്റ് സ്പെക്ട്രൽ ലൈൻ എന്ന് തന്നിട്ടുണ്ട്. സോ വിച്ച് ഹാവ് മാക്സിമം ഫ്രീക്വൻസി. ഇവരുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, ഇനി ലൈമാൻ സീരീസിലെ മറ്റുള്ള ലൈറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ലൈനേക്കാൾ ഫ്രീക്വൻസി കൂടിയ ലൈറ്റാണ് ലാസ്റ്റ് ലൈറ്റ്. അത് ലൈമാൻ സീരീസിനകത്തുള്ള കാര്യമാണ്. ഇത് വെളിയിലുള്ള സീരീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ലൈമാൻ സീരീസിന് പൊതുവേ ഫ്രീക്വൻസി കൂടുതലാണ്, അത് UV ലൈറ്റാണ്. എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് വിൽ ഗീവ് എ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് സിമിലർ ടു ദാറ്റ് ഓഫ് മഗ്നീഷ്യം 2+. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സ്പെക്ട്രൽ ലൈനാണ് അല്ലെങ്കിൽ ഏത് സ്പീഷീസ് ആണ് മഗ്നീഷ്യം 2+ന് സിമിലർ ആയിട്ടുള്ള സ്പെക്ട്രം തരുന്നത്? നേരത്തെ നമ്മൾ ചെയ്ത ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹീലിയത്തിൻ്റെ കേസ്. അപ്പോൾ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിന് തുല്യമായിട്ടുള്ള ഇലക്ട്രോണുള്ള സിസ്റ്റം എടുത്തപ്പോൾ അതിന് ആൻസറായി. അപ്പോൾ ഇവിടെയും അത് തന്നെ എടുത്താൽ മതി. മഗ്നീഷ്യം 2+ എന്ന് പറയുന്നത്, മഗ്നീഷ്യം 2+ എന്ന് പറയുന്ന സ്പീഷീസിന് സിമിലർ ഇലക്ട്രോണുള്ള ഓപ്ഷൻ ഏതാണോ അതായിരിക്കും അതേ സ്പെക്ട്രം തരുന്ന ആറ്റം. അല്ലാതെ ആറ്റം ഏതാണെന്നല്ല നോക്കേണ്ടതേ, ഇലക്ട്രോണിൻ്റെ എണ്ണം. കാരണം സ്പെക്ട്രൽ ലൈൻ ഉണ്ടാകുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ വഴിയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കിയാൽ മതി. അപ്പോൾ മഗ്നീഷ്യം 2+ന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. അപ്പോൾ മഗ്നീഷ്യം ആറ്റത്തിൽ 12 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 2 ഇലക്ട്രോൺ പോകുമ്പോഴാണ് 2+ ആകുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 10 കുറയും. 12 ഇലക്ട്രോണിൽ നിന്ന് 2 പോയപ്പോൾ 10 ഇലക്ട്രോൺ. മഗ്നീഷ്യം 2+ കണ്ടെയ്ൻ 10 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 10 ഇലക്ട്രോണുള്ള സിസ്റ്റം ഏതാണെന്ന് നോക്കണം.
തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് 10 ഇലക്ട്രോണുള്ള ആരൊക്കെയാ? അലൂമിനിയം 3+ തന്നിട്ടുണ്ട്. അലൂമിനിയം 3+, അലൂമിനിയം അറ്റോമിക് നമ്പർ 13 ഇലക്ട്രോണും ഉണ്ട്. ആ 13 ഇലക്ട്രോണിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയാൽ അലൂമിനിയം 3+ ആകും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 13 - 3 10. 13ൽ നിന്ന് 3 ഇലക്ട്രോണിനെ കുറച്ചു, 10 ഇലക്ട്രോൺ അലൂമിനിയം ഉണ്ട്. ഇനി നോക്കാം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. സോഡിയത്തിൻ്റെ കയ്യിൽ 11 ഇലക്ട്രോണാണ് ഉള്ളത്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിൻ്റെ എണ്ണവും 11. മഗ്നീഷ്യം പ്ലസ് 2+ അല്ല. മഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ 12 ഇലക്ട്രോണാണ്. അതിൽ 1 ഇലക്ട്രോണിനെ കളഞ്ഞാൽ മഗ്നീഷ്യം പ്ലസ് ആകും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 11 ആകത്തുള്ളൂ. അപ്പോൾ സോഡിയം മഗ്നീഷ്യവും സിമിലറാണ്. ഇനി ഫ്ലൂറിനാറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? അറ്റോമിക് നമ്പർ 9, ചാർജ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9, ഇലക്ട്രോണിൻ്റെ എണ്ണവും 9. അപ്പോൾ ഇവിടെയെല്ലാം ഇലക്ട്രോണിൻ്റെ എണ്ണം വ്യത്യസ്തമാണ്. അപ്പോൾ 10 ഇലക്ട്രോൺ വരുന്നത് അലൂമിനിയത്തിനാണ്, അലൂമിനിയം 3+. അല്ലാതെ മഗ്നീഷ്യം പ്ലസ് ഉണ്ടായതുകൊണ്ട് അതിന് രണ്ടും സിമിലർ ആണെന്ന് പറയരുത്. അലൂമിനിയം 3+ ആണ് കറക്റ്റ് ആൻസർ. കാരണം രണ്ടിടത്തും ഇലക്ട്രോണിൻ്റെ എണ്ണം 10. ബോത്ത് ഹാവ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ സ്പെക്ട്രം എപ്പോഴും ഇലക്ട്രോണിൻ്റെ എണ്ണം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എങ്കിൽ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നു. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ റേഷ്യോ ഓഫ് മിനിമം വേവ് ലെങ്ത് ഓഫ് ലൈമാൻ ആൻഡ് ബാൽമർ സീരീസ് വിൽ ബി. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ റേഷ്യോ എടുത്തായിരുന്നു. എന്തായിരുന്നു അവിടെ എടുത്തത്? ഫ്രീക്വൻസി റേഷ്യോ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി റേഷ്യോ അല്ല, വേവ് ലെങ്തിൻ്റെ റേഷ്യോ ആ ചോദ്യം. അപ്പോൾ റേഷ്യോ ഓഫ് മിനിമം വേവ് ലെങ്ത് അല്ലേ, മിനിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിമം ഏതാ മാക്സിമം ഏതാ എന്നൊക്കെ നേരത്തെ നമ്മൾ കമ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ മിനിമം വേവ് ലെങ്ത് ഓഫ് ആരുടെയൊക്കെ? ലൈമാൻ സീരീസ് ആൻഡ് ബാൽമർ സീരീസ്. ഇവിടെയും സീരീസിന് മാറ്റമില്ല, ലൈമാൻ സീരീസും ബാൽമർ സീരീസും തന്നെയാണ്. അപ്പോൾ ലൈമാൻ സീരീസിൽ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റും ബാൽമർ സീരീസിലെ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ ആ റേഷ്യോ വാല്യൂ താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ് എന്നാ ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സീരീസിലെയും മിനിമം വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ മിനിമം വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഏതാ? മിനിമം വേവ് ലെങ്ത് എപ്പോഴും നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള ലൈറ്റ് എന്ന് വെച്ചാൽ ആ സീരീസിലെ അവസാനത്തെ ലൈറ്റ് അല്ലേ. നമ്മൾ ഏത് സീരീസ് എടുത്താലും അതിൽ ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റാണ് മിനിമം വേവ് ലെങ്ത്. ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ്, കാരണം അതിന് എനർജി മാക്സിമം എനർജി, മിനിമം വേവ് ലെങ്ത്, ലോ വേവ് ലെങ്ത് മിനിമം. അപ്പോൾ ലൈമാൻ സീരീസിൽ ഇൻഫിനിറ്റിയിൽ നിന്നും N1ലേക്ക് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് ലൈറ്റ് വന്നാൽ അതാണ് അവിടുത്തെ മിനിമം. അപ്പോൾ ബാൽമർ സീരീസിലാണെങ്കിലോ ഇൻഫിനിറ്റിയിൽ നിന്നും സെക്കൻഡ് എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ വന്നാൽ ആ കിട്ടുന്ന ലൈറ്റ് അവിടുത്തെ മിനിമം വേവ് ലെങ്ത്. അപ്പോൾ ഇതാദ്യം മനസ്സിലങ്ങ് ഉറപ്പിക്കണം. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. മിനിമം വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇൻഫിനിറ്റിയിൽ നിന്നും ലൈറ്റ് വരണം. ഇൻഫിനിറ്റി ടു ഫസ്റ്റ് ലെവൽ ലൈമാൻ സീരീസ്, ഇൻഫിനിറ്റി ടു സെക്കൻഡ് ലെവൽ ബാൽമർ സീരീസ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ വേവ് ലെങ്ത് റേഷ്യോ എത്ര ആണെന്നാണ് ചോദ്യം. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നാമത്തെ ലൈറ്റ് ലൈമാൻ സീരീസിലെ വേവ് ലെങ്തിനെ ഞാൻ λL എന്ന് വിളിച്ചു. സോ വാട്ട് ഈസ് λL? ദ മിനിമം ഫ്രീക്വൻസി ലൈറ്റ്, മിനിമം വേവ് ലെങ്ത് ലൈറ്റ് ഓഫ് ലൈമാൻ സീരീസ്. അങ്ങനെയാണെങ്കിൽ ബാൽമർ സീരീസിൻ്റെ അതേ മിനിമം വേവ് ലെങ്ത് ലൈറ്റിന് λB എന്ന് വിളിച്ചു. തിരിച്ചറിയാൻ വേണ്ടി λL എന്നും λB എന്നും കൊടുത്തു. അത് ബാൽമർ സീരീസിൻ്റെ ലൈറ്റാണ്. ഇനി ലാംഡയുടെ ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. സ്പെക്ട്രൽ ലൈനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ ന്യൂ ബാർ, വേവ് നമ്പർ. ഇനി ആ വേവ് നമ്പറിനും ലാംഡയും തമ്മിലുള്ള ബന്ധം എന്താ? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. അപ്പോൾ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ന്യൂ ബാറിൻ്റെ വില അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് ലാംഡ കമ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ന്യൂ ബാറിനെ കണ്ടുപിടിക്കുന്നു. ന്യൂ ബാർ എങ്ങനെയാണ് ന്യൂ ബാർ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേവ് നമ്പർ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ന്യൂ ബാർ എഴുതുന്നു. ന്യൂ ബാർ ഓഫ് ബാൽമർ സീരീസ്. ബാൽമർ സീരീസിലെ മിനിമം വേവ് ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ വേവ് നമ്പർ ലൈമാൻ സീരീസ് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1/λ ഓഫ് ലൈമാൻ സീരീസ് ആണല്ലോ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ആണല്ലോ. അപ്പോൾ ലൈമാൻ സീരീസിലെ ലൈറ്റിൻ്റെ ന്യൂ ബാർ എന്ന് പറഞ്ഞത് 1/λL വിച്ച് ഈസ് ഈക്വൽ ടു, അതെന്തിന് തുല്യം? ന്യൂ ബാറിൻ്റെ ഇക്വേഷൻ എന്താ? RH ഇൻറ്റു ഹൈഡ്രജൻ ആറ്റമ Z1 അറ്റോമിക് നമ്പർ 1 ഇൻറ്റു 1/, ഇനി ആ ട്രാൻസിഷൻ നടക്കുന്ന ആരൊക്കെ തമ്മിൽ? ട്രാൻസിഷൻ ഇൻഫിനിറ്റിയിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്ക്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് എന്ന് പറയാം N1 ഈസ് ഈക്വൽ ടു 1, N2 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ N1ൻ്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കണം, മൈനസ് 1/N2ൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി സ്ക്വയർ എന്ന് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാൽമർ സീരീസിൻ്റെ ലൈറ്റ്, മിനിമം വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് അല്ലേ, മിനിമം വേവ് ലെങ്ത് ഉള്ള ലൈറ്റിൻ്റെ ന്യൂ ബാർ കണ്ടുപിടിക്കാം ഫോർ ബാൽമർ സീരീസ്. അപ്പോൾ എന്ത് എഴുതണം? 1/λB ബാൽമർ സീരീസ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു അവിടെയും RH ഇൻറ്റു 1/, അവിടുത്തെ N1 എന്ന് പറയുന്നത് എത്രയാ? N1 2 ആണ്, 2 ആണ്. ഇലക്ട്രോൺ വരുന്നത് സെക്കൻഡ് ലെവലിലേക്ക്, മൈനസ് എവിടുന്നാണ് വരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് തന്നെ. അപ്പോൾ ഈ λ2 ഇവിടെ ഇൻഫിനിറ്റിയാണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ എടുക്കണം, ലൈമാനും ബാൽമർ സീരീസും തമ്മിലുള്ള റേഷ്യോ ആണ് എടുക്കേണ്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും ഇട്ട് എന്നിട്ട് രണ്ടിൻ്റെയും റേഷ്യോ എടുക്കുന്നു. ഇക്വേഷൻ 1/2 റേഷ്യോ എടുക്കാൻ വേണ്ടി ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. തിരിച്ച് 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഇതേ റേഷ്യോ കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അവസാനം തിരിച്ചിടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 1/2 എന്നോ 2/1 എന്നോ എടുക്കാം, നമ്മുടെ സൗകര്യം പോലെ. അപ്പോൾ ഇവിടെ ഞാൻ 1/2 എടുത്തു. 1/2 എടുത്താൽ എന്ത് വരും, RH അല്ല 1/2 എടുത്താൽ ആദ്യം ലെഫ്റ്റ് സൈഡ് അങ്ങ് എഴുതാം, വിച്ച് ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് 1/λL/1/λB ഈസ് ഈക്വൽ ടു അവിടെ എന്ത് വരും, RH ഒക്കെ പോകും കുഴപ്പമില്ല, എന്നാലും എഴുതാം 1/1² ദാറ്റ് ഈസ് 1 മൈനസ് 1/∞. ആവശ്യമില്ലാത്തൊന്നും എഴുതണ്ട. 1/∞ എത്ര, 0 ആണെന്ന് എഴുതാം, അറിയാം. അപ്പോൾ 1/∞ 0 ആണെങ്കിൽ നമുക്ക് പിന്നെ 1/1 എന്നങ്ങ് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ ഇതേപോലെ താഴെ RH × 1/2² 1/2² എന്ന് വെച്ചാൽ 1/4 മൈനസ് അവിടെയും 1/∞ ഉണ്ട്. 1/∞ എത്രയാണ്, 0 അല്ലേ. ഇൻഫിനിറ്റി കൊണ്ട് ഏത് സംഖ്യ ഡിവൈഡ് ചെയ്താലും 0. സോ RH ക്യാൻസൽ. ബാക്കി എന്ത് വരും, ഇവിടെ 1/λL/1/λB. രണ്ട് ഫ്രാക്ഷൻ തന്നാൽ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ട് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്താൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ λB 1/λB അങ്ങ് തിരിച്ചിടണം. അപ്പോൾ λB അങ്ങ് മുകളിൽ ചെല്ലും. സോ λB ഡിവൈഡഡ് ബൈ λL മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. λB ഡിവൈഡഡ് ബൈ λL അല്ലേ, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി, 1 മുകളിൽ 1 താഴെ 1/4 കണ്ടോ, 1/4. അത് λB/λ അല്ല. സോ വാട്ട് ഈസ് 1/1/4? അവിടെ ഇത് തന്നെ ഡിനോമിനേറ്റർ കിടക്കുന്ന ഫ്രാക്ഷനാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ വീണ്ടും ഫ്രാക്ഷൻ വന്നാൽ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കണം, അതിനെ തലതിരിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു അത് എത്രയായിരിക്കും, ഈ റെസിപ്രോക്കൽ എടുത്താൽ 1/4ൻ്റെ റെസിപ്രോക്കൽ 4. അപ്പോൾ 4 × 1 എന്ന് വരും, 4 × 1 4. സോ ആൻസർ ഈസ് 4. അപ്പോൾ λB/λL ഈസ് 4. അങ്ങനെയാണെങ്കിൽ വേണ്ടുന്ന ഇതാണോ, ഈ റേഷ്യോ ആണോ ചോദ്യം? നമ്മുടെ ചോദ്യം റേഷ്യോ ഇതല്ല. ചോദ്യത്തിൽ ചോദിക്കുന്നത് എന്താ, ലൈമാൻ സീരീസ് ആൻഡ് ബാൽമർ. ലൈമാൻ ആദ്യം വരണം, അവ തിരിച്ചിട്ടാൽ അതുകൊണ്ട് ഇങ്ങോട്ട് λL/λB ആക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു സോ 4ൻ്റെ റെസിപ്രോക്കൽ 1/4. ഇത്രയേ ഉള്ളൂ. ആൻസർ വളരെ എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ ബൈ ഫസ്റ്റ് ഇക്വേഷൻ എടുത്താലും മതി. 2/1 എടുത്താൽ ഡയറക്റ്റായിട്ട് നേരിട്ട് ഇത് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കറിയാവുന്ന കാര്യം L/λ L/λB 1/4. അപ്പോൾ നോക്കി 1/4 വാട്ട് ഈസ് 1/4? 1/4ൻ്റെ ഉത്തരം എത്രയാ, 1/4 0.25 അല്ലേ. 1/4 ഈസ് ഈക്വൽ ടു 0.25. അപ്പോൾ നോക്കണം, ഈ λL/λB 0.25 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? 0.25 ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ ബി ആണ്, 0.25 കിടപ്പുണ്ട്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. 0.25 ആണ് ആ റേഷ്യോൻ്റെ വാല്യൂ. ഇനി അല്ല, റേഷ്യോ എന്ന് നേരിട്ട് റേഷ്യോ ആണ് ചോദിക്കുന്നെങ്കിൽ അല്ലേ, 1:4 എന്ന റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈസ്റ്റൂട്ടാണ് തരുന്നതെങ്കിൽ 0.25 വരെ നമുക്ക് എന്ത് എഴുതാം, 1:4 എന്ന് എഴുതാം. ചിലപ്പോൾ അതായിരിക്കും ഉത്തരത്തിൽ. അപ്പോൾ ഓപ്ഷൻ എങ്ങനെ തരണമെന്ന് അവർ തീരുമാനിക്കും, ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ തീരുമാനമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആ റേഷ്യോ അതാക്കി ഡെസിമലാക്കി തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രാക്ഷൻ ആക്കി 1/4 എന്ന ഫ്രാക്ഷൻ ആയിരിക്കും തരുന്നത്. അതുമല്ല എങ്കിൽ റേഷ്യോ ആക്കി തരും. എങ്ങനെയാ, λL/λB ഈസ് ഈക്വൽ ടു ചിലപ്പോൾ 1:4 എന്നായിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായാലും നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എങ്ങനെ തരുന്നോ അതനുസരിച്ച് ഉത്തരം പറയണം. അപ്പോൾ ഇതാണ് ഉത്തരം. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ താണ്ട് ഇങ്ങനെയാണ്, ദ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ഒബ്റ്റൈൻഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 ലെവൽസ് ഇൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് സിംഗ്ലി അയോണൈസ്ഡ് ഹീലിയം ആറ്റം ആർ λ1 ആൻഡ് λ2 റെസ്പെക്റ്റീവ്ലി. ദെൻ അപ്പോൾ 2 ആറ്റങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഹൈഡ്രജനാണ്, രണ്ടാമത് തന്നിരിക്കുന്ന ആറ്റം ഹീലിയമാണ്. ഈ 2 ആറ്റങ്ങളുടെയും ഇലക്ട്രോണിക് ട്രാൻസിഷനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ദ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ഒബ്റ്റൈൻഡ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടിടത്തും ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ലൈറ്റിൻ്റെ, എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തുകൾ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ തമ്മിലുള്ള ബന്ധം എന്താണെന്നാ ചോദ്യം. അപ്പോൾ ആ വേവ് ലെങ്തിനെ അവർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് λ1 എന്നും മറ്റേത് λ2 എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ ഈ 2 വേവ് ലെങ്തും തമ്മിലുള്ള ബന്ധം എന്ത്, താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യം ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഏതോ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന വേവ് ലെങ്ത് λ1 ആണ്. അങ്ങനെയാണെങ്കിൽ ഹീലിയം ആറ്റത്തിൻ്റെ അതേ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന വേവ് ലെങ്ത്, സെയിം ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഹീലിയം, അതേ വേവ് ലെങ്ത് അല്ലെങ്കിൽ അതേ
ട്രാൻസിഷനാണ്, പക്ഷേ വേവ് ലെങ്ത് എന്താ λ2 ആണ്. എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ രണ്ട് ആറ്റത്തിലും നടന്നു. അപ്പോൾ അത് ഞാൻ വരയ്ക്കുന്ന ഹൈഡ്രജൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സെക്കൻഡ് എനർജി ലെവലിൽ നിന്നും ഫസ്റ്റ് എനർജി ലെവലിലേക്ക് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ എമിറ്റ് ചെയ്യപ്പെട്ട ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് λ1. എങ്കിൽ ഹീലിയം എന്ന് പറയുന്ന രണ്ടാമത്തെ ആറ്റം എടുത്തു, ഇതേപോലൊരു ട്രാൻസിഷൻ അവിടെയും നടന്നാൽ, ഇതേപോലെ ഒരു ട്രാൻസിഷനാണ് ഹീലിയത്തിലും നടക്കുന്നതെങ്കിൽ അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് λ2 ആണ്. കാരണം രണ്ടും ഒരേ ലൈറ്റ് അല്ല, രണ്ടും വ്യത്യസ്ത ആറ്റങ്ങളാണ്. അപ്പോൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് സെയിം അല്ല, ഒന്ന് λ1 മറ്റേ λ2 ആണ്. ദെൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സോൾവ് ചെയ്യുന്നു. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി. നമുക്കറിയാം ജനറലായിട്ടുള്ള വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ന്യൂ ബാറിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേവ് ലെങ്ത് എത്താം അല്ലേ. എപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ ന്യൂ ബാർ അല്ലേ. അപ്പോൾ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു, ഞാൻ താഴേക്ക് ന്യൂ ബാറിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. എങ്ങനെയാണ് ന്യൂ ബാർ എഴുതുന്നേ, 1/λ1 എന്ന് ആദ്യം അങ്ങ് എഴുതി. ഫോർ ഹൈഡ്രജൻ ആറ്റം ന്യൂ ബാർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ന്യൂ ബാർ 1, ഹൈഡ്രജൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, 1/λ1 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുന്നേ, RH എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. അതിൽ n1 n2ൻ്റെ വിലകൾ കൊടുത്തങ്ങ് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ n1 n2ൻ്റെ വില കൊടുക്കുമെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് എനർജി ലെവൽ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് n1 എന്നും രണ്ടാമത്തെ എനർജി ലെവലിനെ n2 എന്നും വിളിച്ചു അല്ലേ. ഇൻ ജനറൽ n1 എന്നും n2 എന്നും വിളിക്കാം, കാരണം പ്രത്യേകിച്ചൊരു ലെവൽ അവർ തന്നിട്ടില്ല. ഇത് ഹൈഡ്രജൻ്റെ വാല്യൂ ആണ്, അത് λ1 ആണ്. എങ്കിൽ ഇതേ സമയത്ത് നമ്മൾ ഹീലിയത്തിൻ്റെ ആണെങ്കിൽ ഹീലിയം ആറ്റത്തിൻ്റെ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ അത് 1/λ2 സമം അല്ലേ, അല്ലെങ്കിൽ ന്യൂ ബാർ 2 സമം 1/λ2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതേപോലെ അവിടെയും നമുക്ക് എഴുതാം കോൺസ്റ്റൻറ്റ് RH ഇൻറ്റു അവിടെ എന്താ പ്രത്യേകത, ഹീലിയം ആറ്റമാണ്, ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ് അല്ലേ. ഹീലിയം പ്ലസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, സിംഗിളി അയോണൈസ്ഡ് ഹീലിയം. സിംഗിളി അയോണൈസ്ഡ് ഹീലിയം എന്ന് പറഞ്ഞാൽ ഹീലിയം ആറ്റമല്ല, ഹീലിയം പ്ലസ്സാണ്. കാരണം ഹീലിയം പ്ലസ്സിന് മാത്രമേ ഹൈഡ്രജനെ പോലെ ഈ പറയുന്ന സ്പെക്ട്രം കാണിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഹീലിയം അയോണിൻ്റെ സ്പെക്ട്രവും നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഹൈഡ്രജൻ സിമിലർ ആറ്റം, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണെങ്കിൽ ബോർ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബോർ തിയറി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഹീലിയം അയോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹീലിയം അയോണിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്തുകൂടെ ശ്രദ്ധിക്കണം, അവിടെ RH ഇൻറ്റു Z² ഇൻറ്റു എന്ന് എഴുതണം അല്ലേ. Z² ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഇനി നോക്കിയേ, ഇവിടെ n1 ഉം n2 എന്താണ്, ഹൈഡ്രജൻ്റെ ട്രാൻസിഷൻ നടക്കുന്ന അതേ ലെവലുകൾ തന്നെയാണ് ഹീലിയത്തിലും. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഹൈഡ്രജനിൽ എവിടെ നിന്ന് എങ്ങോട്ടാണോ അതേ ഇലക്ട്രോണിക് ട്രാൻസിഷനാണ് ഹീലിയത്തിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ്റം ഒന്ന് ഹൈഡ്രജനും മറ്റേത് ഹീലിയം ആണെന്നേ ഉള്ളൂ. അപ്പോൾ എവിടെ മാത്രം മാറ്റം, ഇവിടെ അറ്റോമിക് നമ്പർ Z = 1 ആയതുകൊണ്ട് നമ്മൾ എഴുതിയില്ല, ഇവിടെ ആ Z വാല്യൂം കൂടെ കൊടുക്കണം. ഇതാണ് മാറ്റം വരുന്നത്. എങ്കിൽ നമുക്ക് വേണ്ടുന്ന എന്താ, ഈ രണ്ട് വാല്യൂൻ്റെയും റേഷ്യോ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ രണ്ടിൻ്റെ റിലേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും എഴുതി. ഇനി എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 1ഉം 2ഉം കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നോക്കാം, 1/2 എടുക്കുമ്പോൾ വിച്ച് ഇംപ്ലൈസ് ഇക്വേഷൻ 1 എന്താ, ഇക്വേഷൻ 1 ന്യൂ ബാർ 1 അല്ലെങ്കിൽ 1/λ1ൻ്റെ വിലയാണ്. സോ ദെയർഫോർ 1/λ1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 എന്താ, 1/λ2. കാരണം നമുക്ക് ന്യൂ ബാർ വേണ്ട, വേവ് നമ്പറിൻ്റെ ചോദ്യമല്ല, ലാംഡ കമ്പയർ ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 1/λ2 പാർട്ട് എടുത്താൽ മതി. 1/λ2 ഈസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ. അപ്പം ന്യൂ ബാറിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വില നോക്കണം. എന്താ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്, എ കോൺസ്റ്റൻറ്റ് RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡ് അവിടെ എന്തുണ്ട്, RH ഉണ്ട്, കോൺസ്റ്റൻ്റ് ഉണ്ട്, ഇൻറ്റു Z² കിടപ്പുണ്ട്. Z² അല്ലേ. അപ്പോൾ നമുക്കറിയാം ഹീലിയം എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് Z. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ Z² എടുക്കുമ്പോൾ 2² എഴുതണം. അപ്പോൾ RH ഇൻറ്റു 2² ഇൻറ്റു ഇതേ വാല്യൂ 1/n1 സ്ക്വയർ, മുകളിൽ എഴുതിയ അതേ ഇലക്ട്രോണിക് ട്രാൻസിഷനാണ് ഇവിടെയും. അപ്പോൾ 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെ ക്യാൻസൽ ആകും, RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയറും താഴത്തെ RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയറും ക്യാൻസൽ. കാരണം RH സെയിം വാല്യൂ ക്യാൻസൽ. ഇനി ഒരേ ഇലക്ട്രോണിക് ട്രാൻസിഷനാണ് രണ്ട് ആറ്റത്തിൽ നടന്നത്. അപ്പോൾ n1ഉം n2ഉം രണ്ടിടത്തും ഈക്വൽ ആണ്. സോ ക്യാൻസൽസ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് 1/λ1 ഡിവൈഡഡ് ബൈ 1/λ2 ഈസ് ഈക്വൽ ടു 1/2 സ്ക്വയർ. വാട്ട് ഈസ് 2 സ്ക്വയർ, 4. സോ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്താൽ
ലാംഡ 2 ഡിവൈഡഡ് ബൈ ലാംഡ 1 ഈസ് ഈക്വൽ ടു ലാംഡ 2 ഡിവൈഡ് ബൈ ലാംഡ 1 ഈസ് ഈക്വൽ ടു 1/4. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ലാംഡ 2ൻ്റെ വില എഴുതാം. ദെർഫോർ ലാംഡ 2 സമം എന്തെഴുതാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ലാംഡ 1നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ 1 ഡിവൈഡഡ് ബൈ 4. സോ ആൻസറായി ലാംഡ 2 സമം ലാംഡ 1/4. നമ്മുടെ ഓപ്ഷനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഓപ്ഷനകത്ത് നോക്കി അങ്ങനെ ഒരു വിലയുണ്ടോ? ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മതി. ലാംഡ 2 ഈസ് ഈക്വൽ ടു ലാംഡ 1 ഡിവൈഡ് ബൈ 4 കിടപ്പുണ്ട്. സോ ദിസ് ഈസ് ദ റിലേഷൻ. അപ്പോൾ ഏതാണ് കറക്റ്റ് റിലേഷൻ എന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ലാംഡ 2 സമം ലാംഡ 1/4. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് ദ ഫോളോയിങ് ഫോർ ഫോട്ടോൺസ്. ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് ദ ഫോളോയിങ് ഫോർ ഫോട്ടോൺസ്. എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള റേഷ്യോ? ന്യൂ മാക്സ്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി, മാക്സിമം ഫ്രീക്വൻസി ഇൻ ലൈമാൻ സീരീസ് ഈസ് ടു മാക്സിമം ഫ്രീക്വൻസി ഇൻ ബ്രാക്കറ്റ് സീരീസ്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ രണ്ട് സീരീസ് ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈൻസിൻ്റെ ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? ന്യൂ മാക്സ് ആണ്. ന്യൂ മാക്സ് മീൻസ് ഫ്രീക്വൻസിയാണ്. മാക്സിമം ഫ്രീക്വൻസി ഒന്ന് ലൈമാൻ സീരീസും എടുക്കണം, രണ്ട് ബ്രാക്കറ്റ് സീരീസും വേണം. ഈ രണ്ട് സീരീസ് ഓഫ് ലൈറ്റിൽ ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി തരുന്ന ലൈറ്റുകൾ ഏതാണോ അവരുടെ ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്, കറക്റ്റായിട്ടുള്ള റിലേഷൻ ഏതാണ് എന്നാ ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഏത് സ്പെക്ട്രൽ സീരീസ് തന്നാലും അവിടുത്തെ മാക്സിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ്, ഏത് സ്പെക്ട്രൽ സീരീസിലെ മാക്സിമം ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ അന്നേരം നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന കാര്യം അത് ലൈമാൻ സീരീസ് ആണെങ്കിലും ബാൽമർ സീരീസ് ആണെങ്കിലും ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിലും പാഷൻ സീരീസ് ആണെങ്കിലും എന്താണെങ്കിലും മാക്സിമം ഫ്രീക്വൻസി ലൈറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഒന്നാമത്തെ ലൈറ്റ് അല്ല. ഒന്നാമത്തെ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ ലൈറ്റ് ഏറ്റവും വേവ് ലെങ്ത് കൂടിയ ലൈറ്റാണ്. ലാംഡ മാക്സിമം ഉള്ള ലൈറ്റാണ് ഫസ്റ്റ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി മാക്സിമം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത്, ദാറ്റ് ഈസ് ദാണ്ടേ ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ്. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന സീരീസിലെ ബേസിക് ലൈൻ ഏതാണോ. അപ്പോൾ ലൈമാൻ സീരീസ് ആണെങ്കിൽ N1 എന്ന് പറയുന്ന എനർജി ലെവൽ അല്ലേ. ബാൽമർ സീരീസ് ആണെങ്കിൽ അവിടുത്തെ ബേസിക് ലൈൻ എന്ന് പറയുന്നത് N2 ആണ്, N2 ലെവലിലേക്ക്. അപ്പോൾ എവിടെ നിന്ന് ഇലക്ട്രോൺ വരണം? ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പറയുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നു. അങ്ങനെ കിട്ടുന്ന ലൈറ്റാണ് ഓരോ സീരീസിലെയും മാക്സിമം ഫ്രീക്വൻസി, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത മാക്സിമം എനർജി അല്ലേ. മാക്സിമം എനർജി ഉള്ള ലൈറ്റാണ് മാക്സിമം ഫ്രീക്വൻസി. രണ്ടും ഒരേ ഓർഡറിലാണ് പോകുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ എടുക്കുന്ന വേവ് ലെങ്ത്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് മാക്സിമം ആകണമെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടിയ ലൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ്, വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ ലൈറ്റ് ലാസ്റ്റ് ലൈറ്റ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മുടെ ചോദ്യം ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആരുടെയൊക്കെ കമ്പയർ ചെയ്യണം? ലൈമാൻ സീരീസ്. അപ്പോൾ ലൈമാൻ സീരീസിൻ്റെ മാക്സിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ലൈമാൻ സീരീസിൽ കാണുന്ന അവസാനത്തെ ലൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ലൈറ്റിൻ്റെ ഈ പറഞ്ഞ ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ന്യൂ ആണല്ലേ. ന്യൂ എന്ന് റെപ്രസെൻറ്റ്, ന്യൂ ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന വാല്യൂ എന്താ? ന്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ന്യൂ ബാർ അല്ലേ. ന്യൂ ബാറും തമ്മിലുള്ള ബന്ധം ഇതല്ലേ, കാരണം ന്യൂ ബാർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സ്പെക്ട്രൽ ലൈൻ എടുത്താലും അതിൻ്റെ ന്യൂ ബാർ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിനെ നമുക്ക് ഫ്രീക്വൻസി ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ സി ഇൻറ്റു ന്യൂ ബാർ എടുത്താൽ മതി. ന്യൂ ബാറിനെ വെലോസിറ്റി ഓഫ് ലൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ആ ന്യൂ ഫ്രീക്വൻസി കിട്ടും. എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു അത് കണ്ടുപിടിക്കാം. ആദ്യം ആരുടെ കണ്ടുപിടിക്കണം? നമുക്ക് ലൈമാൻ സീരീസിലെ മാക്സിമം ഫ്രീക്വൻസി, അതുകൊണ്ട് ഞാൻ L എന്ന് കൊടുത്തു. ന്യൂ ഓഫ് L, ദാറ്റ് ഈസ് മാക്സിമം ഫ്രീക്വൻസി ഓഫ് ലൈമാൻ സീരീസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു, ഇനി ന്യൂ ബാറിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താ ന്യൂ ബാർ? RH ഇൻറ്റു റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ഉണ്ട് ഇൻറ്റു 1 അവിടെ എന്ത് വേണം? N1 സ്ക്വയർ മൈനസ് 1 N2 സ്ക്വയർ. N2 സ്ക്വയർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അല്ലേ. ഇൻഫിനിറ്റ് ലൈറ്റിൽ നിന്നാണ്, ഇൻഫിനിറ്റ് എനർജി ലെവലിൽ നിന്നാണ് താഴേക്ക് ലൈറ്റ് എമിഷൻ നടക്കുന്നത്, ഇലക്ട്രോണിക് എമിഷൻ നടക്കുന്നത്. അപ്പം ഇൻഫിനിറ്റിയുടെ സ്ക്വയർ. ഇനി ഒന്നുകൂടെ ക്ലിയർ ആക്കിയാൽ ഫോർ ലൈമാൻ സീരീസ് വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ലൈമാൻ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ലൈമാൻ സീരീസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു RH ഇൻറ്റു ദെൻ 1/N1 സ്ക്വയർ. N1 എന്ന് പറഞ്ഞാൽ ലൈമാൻ സീരീസിലെ ഏറ്റവും എനർജി കുറഞ്ഞ ലെവൽ ഏതാ? ഫസ്റ്റ് ലെവലാണ്. അപ്പോൾ N1ൻ്റെ വില 1. സോ 1/1 സ്ക്വയർ മൈനസ് 1/ഇൻഫിനിറ്റി സ്ക്വയർ. 1/ഇൻഫിനിറ്റി 0 1/ഇൻഫിനിറ്റി സ്ക്വയർ എടുത്താലും 0. അപ്പോൾ 1/1 സ്ക്വയർ എന്ന് മാത്രം മതി, അവിടെ നമുക്ക് നിർത്താം. അപ്പോൾ ഇതാണ് എന്തിൻ്റെ വില കിട്ടിയത്?
ഫ്രീക്വൻസി, മാക്സിമം ഫ്രീക്വൻസി ഫോർ ലൈമാൻ സീരീസ്. സിമിലർലി ഇതേപോലെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അടുത്ത സീരീസ് തന്നിട്ടുണ്ട്, ബ്രാക്കറ്റ് സീരീസ് ആണ്. കൃത്യമായിട്ട് സീരീസിന് ഏതാണെന്ന് നോക്കിയിട്ടേ പറയാവൂ. ബാൽമർ സീരീസ് എന്നോ പാഷൻ സീരീസ് എന്നോ അല്ല തന്നിരിക്കുന്നത്, ബ്രാക്കറ്റ് സീരീസ്. എത്രാമത്തെ ബ്രാക്കറ്റ് സീരീസ്? 4ാമത്തെ സീരീസാണ്. അപ്പം 4ാമത്തെ സീരീസിൻ്റെ മാക്സിമം ഫ്രീക്വൻസി. അപ്പോൾ 4ാമത്തെ സീരീസ് എവിടെ നിന്ന് വരണം? ഇൻഫിനിറ്റിയിൽ നിന്നും. അതും ഇൻഫിനിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? മാക്സിമം ഫ്രീക്വൻസി ലൈറ്റ് എപ്പോഴും ഇൻഫിനിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ വന്ന് അവസാനിക്കണം? ഫസ്റ്റ് ലെവലിലല്ല, സെക്കൻഡ് ലെവലിലല്ല, തേർഡ് ലെവലിലല്ല, ഫോർത്ത് ലെവലിൽ. സോ ലൈറ്റ് എമിഷൻ, ഇലക്ട്രോണിക് എമിഷൻ ടേക്സ് പ്ലേസ് ഫ്രം ഇൻഫിനിറ്റി ടു ഫോർത്ത് എനർജി ലെവൽ. 4ാമത്തെ എനർജി ലെവലിലാണ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. തന്നിരിക്കുന്ന സീരീസ് ബ്രാക്കറ്റ് സീരീസാണ്. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ന്യൂ ഫ്രീക്വൻസി അല്ലേ, ബ്രാക്കറ്റ് സീരീസിൻ്റെ ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ. എങ്ങനെയാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ? സി ഇൻറ്റു ആർ എച്ച് ഇൻറ്റു 1 ഇവിടെ എന്ത് വേണം? N1. ഇനി N1 എന്ന ഇക്വേഷൻ നമുക്കറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല. അവിടുത്തെ N1 ഏതാണെന്ന് പറഞ്ഞാൽ മതി. N1 എന്ന് പറഞ്ഞാൽ ബേസിക് എനർജി ലെവൽ, ആ സീരീസിൻ്റെ ഏറ്റവും എനർജി കുറഞ്ഞത്. അപ്പോൾ ബ്രാക്കറ്റ് സീരീസ് ആണ് ചോദ്യമെങ്കിൽ ബ്രാക്കറ്റ് സീരീസിൽ ഏറ്റവും എനർജി കുറഞ്ഞ ലെവൽ ഫോർത്ത് ലെവലാണ്. ഇലക്ട്രോൺ മുകളിൽ നിന്നും ഫോർത്ത് ലെവലിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ N1 ഈസ് ഈക്വൽ ടു 4 ആണ്. ദെർഫോർ 4 സ്ക്വയർ മൈനസ് 1/∞². സോ ഒന്നുകൂടെ സോൾവ് ചെയ്ത് എഴുതിയാൽ സി ഇൻറ്റു ആർ എച്ച് ഇൻറ്റു 1/4² 16 ആണ്, മൈനസ് 1/∞². ഇൻഫിനിറ്റി 1/∞ 0 ആണെന്നറിയാം, പിന്നെ നമുക്ക് എഴുതണ്ട, 16 ഇത്രയും മതി. ഇനി റേഷ്യോ എടുക്കാം, ടേക്കിംഗ് ദ റേഷ്യോ. അപ്പോൾ എന്തിൻ്റെ റേഷ്യോ വേണ്ടുന്നേ? ലൈമാൻ സീരീസിലെ മാക്സിമം ഫ്രീക്വൻസി ഈസ് ടു ബാൽമർ സീരീസിലെ മാക്സിമം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു. അപ്പോൾ വില എന്താ എഴുതുന്നത്? ലൈമാൻ സീരീസിൻ്റെ വാല്യൂ ആദ്യം എഴുതണം. സി ഇൻറ്റു ആർ എച്ച് ഇൻറ്റു ലൈമാൻ സീരീസ് 1² 1/1² 1² ആണ്. സോ 1 ഈസ് ടു ഇതേപോലെ രണ്ടാമത്തെ ബാൽമർ സീരീസ് ഇതേപോലെ കണ്ടുപിടിച്ചു. സി ഇൻറ്റു ആർ എച്ച് ഇൻറ്റു ഓക്കെ. അപ്പോൾ ബാക്കി എന്ത് വരും? സി ഇൻറ്റു ആർ എച്ച് ഇൻറ്റു ഇവിടെ വരുന്നത് എത്ര? ഇൻറ്റു 1/60 1/60. അതാണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ ഇതിൻ്റെ റേഷ്യോൻ്റെ രണ്ട് സൈഡിലും സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലേ? സി ഇൻറ്റു ആർ എച്ച്, സി ഇൻറ്റു ആർ എച്ച്. അപ്പോൾ നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? രണ്ട് സൈഡും റേഷ്യോ എടുക്കുമ്പോൾ രണ്ട് സൈഡ് ഒരേപോലെ വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കി എന്ത് വരും? 1:1/16 1:1/16 1:1/16 എന്ന് പറയുന്നതിനെ നമുക്ക് ന്യൂവൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ലൈമാൻ സീരീസ് ഈസ് ടു ഫ്രീക്വൻസി ഓഫ് ബാൽമർ സീരീസ്, ബാൽമർ സീരീസ് അല്ല ബ്രാക്കറ്റ് സീരീസ്, ഈസ് ഈക്വൽ ടു 1:1/60 അല്ലേ? അപ്പോൾ ഈ 1:1/60 എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ മാറ്റാൻ വേണ്ടി നമുക്കൊരു 16 കൊണ്ട് രണ്ട് സൈഡും ഗുണിക്കാം. ഒരു 16 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 16:16. വാട്ട് ഈസ് 16/16? 1 ആണ്. സോ വാട്ട് ഈസ് ദ റേഷ്യോ? 16:1 എന്ന് കിട്ടും. അപ്പോൾ റേഷ്യോ ഓഫ് ദ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്സ് ഇൻ ലൈമാൻ സീരീസ് ഈസ് ടു ബാൽമർ സീരീസ് ഈസ് 16:1. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ പറയണം 16:1 ആണ് റേഷ്യോ. അപ്പോൾ ഫ്രാക്ഷനായി കിടക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്താക്കി? റേഷ്യോ ആക്കി മാറ്റാൻ വേണ്ടി രണ്ട് സൈഡിലും ഒരു 16 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ 1 × 16 16, ഇവിടെ 1/16 × 16 വരും. സോ ദാറ്റ് ഈസ് 1. അപ്പോൾ 16:1 ആൻസർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് തന്നിരിക്കുന്ന വാല്യൂവിനകത്ത് ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഉണ്ടോ? യെസ്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എത്രയാണ്? 16:1 ആണ്. അപ്പോൾ തിരിച്ച് എഴുതി വെക്കരുത്, 1:16 അല്ല, 16:1 ഈസ് ദ ആൻസർ. ദ റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് ഇൻ ലിഥിയം 2+ ആൻഡ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് ഇൻ ഡ്യൂട്ടീരിയം ഈസ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ചോദിച്ചിരിക്കുന്നത് വേവ് ലെങ്തിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെയാണ്. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ രണ്ട് വ്യത്യസ്ത ആറ്റങ്ങൾ തന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആരൊക്കെയാണ്? ലിഥിയം 2+. ലിഥിയം 2+ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം ആണല്ലോ, 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് തന്നിരിക്കുന്ന ഡ്യൂട്ടീരിയം എന്നാണ് അല്ലേ? ഡ്യൂട്ടീരിയം എന്ന് കാണുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ആറ്റം എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം തന്നെയാണ് ഡ്യൂട്ടീരിയം. കാരണം നമ്മൾ ഇലക്ട്രോണിൻ്റെ എണ്ണം മാത്രം നോക്കിയാൽ മതി. ആറ്റത്തിൻ്റെ മാസ് തൽക്കാലം നമ്മൾ നോക്കണ്ട. ഡ്യൂട്ടീരിയത്തിൽ മാസ് നമ്പർ മാത്രമേ ഉള്ളൂ മാറ്റം. ഇവിടെയും ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. സോ ഇറ്റ് ഈസ് ആൾസോ 1 ഇലക്ട്രോൺ സിസ്റ്റം. അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഡ്യൂട്ടീരിയത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞ് കാണുമ്പോൾ ഇത് വേറെ പ്രത്യേകിച്ചുള്ളൊരു ആറ്റമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ അവിടെ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ലിഥിയം 2+ൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുന്നു. ലിഥിയം 2+ൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ഏത് വേവ് ലെങ്താണ് വേണ്ടുന്നത്? ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ലൈമാൻ സീരീസിലെ ഒന്നാമത്തെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്
അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തു ലിഥിയം 2+. അപ്പോൾ ലിഥിയം 2+ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഒന്നാമത്തെ ലൈറ്റ് ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. ആ വേവ് ലെങ്തിനെ ഞാൻ എങ്ങനെ എഴുതി λ1 എന്ന് വിളിക്കും. ആ വേവ് ലെങ്ത് എത്രയാണ്? λ1. അപ്പോൾ ഈ λ1 കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ എഴുതുന്നു. എന്താ നമുക്ക് ഇക്വേഷൻ? നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഏതാ? ന്യൂ ബാറിൻ്റെ ഇക്വേഷനാണ്, വേവ് നമ്പറിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ആരുടെ വേവ് നമ്പർ വേണം? ലിഥിയം 2+ൻ്റെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 1/λ, അല്ലെങ്കിൽ 1/λ1 അല്ലേ? ലിഥിയത്തിൻ്റെയാണ് λ1, ലിഥിയത്തിൻ്റെയാണ് λ1. അപ്പോൾ ന്യൂ ബാർ ഫോർ ലിഥിയം ഇസ് ഈക്വൽ ടു 1/λ1, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാത്? RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇക്വേഷൻ നമ്മൾ പല ആവർത്തി പഠിച്ചതാണ്, നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. അവിടെ n1 n2 ഏതാണെന്നങ്ങ് പറഞ്ഞാൽ മതി. ലിഥിയമാണ് ആറ്റം. ആ ലിഥിയം എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ലൈമാൻ സീരീസുള്ള ഫസ്റ്റ് ലൈറ്റ്. അപ്പോൾ ലൈമാൻ സീരീസിൻ്റെ n1 1 ആണ്, മൈനസ് 1/n2². n2 എത്രയാ? ഫസ്റ്റ് ലൈൻ കിട്ടണമെങ്കിൽ സെക്കൻഡ് എനർജി ലെവലിൽ നിന്നും ഫസ്റ്റ് എനർജി ലെവലിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കണം. ഇതാണ് ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ n2ൻ്റെ വില 2 ആണ്, ദെർഫോർ 2² എടുക്കണം. ഇനി ലിഥിയം എന്ന് പറയുന്ന ആറ്റമാണ്, ഹൈഡ്രജൻ അല്ല, ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റമാണ്. അപ്പോൾ എന്തുകൂടെ വരണം? Z² കൂടെ വരണം, അറ്റോമിക് നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു RH ഇൻറ്റു ലിഥിയത്തിൻ്റെ Z² എത്രയാ? 3² ഇൻറ്റു, ഞാൻ Z² ഞങ്ങൾ ഫ്രണ്ടിൽ എഴുതി, അത്രയേ ഉള്ളൂ. 3² ഇൻറ്റു 1/1² എന്ന് പറയുന്നത് 1 ആണ്, 2² 4 ആണ്. സോ വിച്ച് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് RH ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ 9 ഇൻറ്റു, സോ 1/1 മൈനസ് 1/4, ദാറ്റ് ഈസ് 4 മൈനസ് 1 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1, ദാറ്റ് ഈസ് 3/4 അല്ലേ? 4 മൈനസ് 1/4 ഇൻറ്റു 1 3/4 എന്ന് വരും. ഇതാണ് ലിഥിയത്തിൽ കിട്ടുന്ന വാല്യൂ, ലിഥിയം. ഇതേപോലെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഇതേപോലെ നമുക്ക് സെയിം വേവ് ലെങ്ത് ഫോർ സെക്കൻഡ് ആറ്റം, ദാറ്റ് ഈസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന രണ്ടാമത്തെ ആറ്റത്തിൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാം. അതിൻ്റെ വേവ് നമ്പറിനെ ന്യൂ ബാർ എന്ന് വിളിച്ചു. അപ്പോൾ ന്യൂ ബാർ ഫോർ ഹൈഡ്രജൻ. അപ്പോൾ ആരുടെയാ? ഹൈഡ്രജൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ്റെ വേവ് ലെങ്തിനെ ഞാൻ λ2 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹൈഡ്രജനിലെ ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈറ്റ്, ആ ഫസ്റ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് λ2 ആണ്. എങ്കിൽ ആ ഹൈഡ്രജൻ ആറ്റത്തിലെ അതേ ലൈറ്റിൻ്റെ വേവ് നമ്പർ ന്യൂ ബാർ ആണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ2. അവിടെ ഹൈഡ്രജൻ ആയതുകൊണ്ട് λ2, വിച്ച് ഈസ് ഈക്വൽ ടു ഇതേപോലെ ഇക്വേഷൻ എഴുതാം. RH ഇൻറ്റു 1/, വാല്യൂ നമുക്കറിയാലോ, ദ സെയിം വാല്യൂ. n1 ഈസ് ഈക്വൽ ടു 1, n2 ഈസ് ഈക്വൽ ടു 2. സോ 1/1² മൈനസ് 1/2². ഹൈഡ്രജൻ ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ Z² എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. Z ഈസ് ഈക്വൽ ടു 1, Z സ്ക്വയർ എടുത്താൽ അതും 1 തന്നെ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/λ2 ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്താൽ 1/λ2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? RH ഇൻറ്റു 3/4 അല്ലേ? മുകളിൽ കിട്ടിയ അതേ വാല്യൂ തന്നെ മൈനസ് ചെയ്താൽ 3/4 എന്ന് കിട്ടും. സോ സെയിം ട്രാൻസിഷനാണ്, കാരണം രണ്ടും ലൈമാൻ സീരീസാണ്. ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈറ്റാണ് രണ്ട് ആറ്റത്തിലും. അപ്പോൾ ഇതാണ് കിട്ടുന്ന വാല്യൂ. നമുക്ക് വേണ്ടുന്ന എന്താ? അതിൻ്റെ റേഷ്യോ എടുക്കണം. അപ്പോൾ ടേക്കിംഗ് ദ റേഷ്യോ അല്ലേ? ഒന്നാമത്തേന് ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തേന് ഇക്വേഷൻ നമ്പർ 2 എന്നും റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് ഒന്നാമത്തെ 1/λ1 ആണ്, 1/λ1. രണ്ടാമത്തെ ഇക്വേഷൻ എത്രയാണ്? 1/λ2 ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെയും റേഷ്യോ എടുത്താൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2, വിച്ച് ഈസ് ഈക്വൽ ടു 1/λ1 ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 1/λ2 ഇക്വേഷൻ 2 ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 9 ഇൻറ്റു 3/4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 എത്രയാണ്? വീണ്ടും RH ഇൻറ്റു 3/4. സോ രണ്ടിടത്തും RH ക്യാൻസൽ, 3/4 ക്യാൻസൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1/λ1 ഡിവൈഡ് ബൈ 1/λ2 ആണ്, വിച്ച് ഈസ് ക്യാൻ ബി റിട്ടൺ ആസ് λ2/λ1 അല്ലേ? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ λ2 മുകളിൽ ചെല്ലും. λ2/λ1 ഈസ് ഈക്വൽ ടു 9/1. Therefore λ1/λ2 is equal to 1/9. അപ്പോൾ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം λ1/λ2 1/9. ദാറ്റ് ഈസ് λ1 ഈസ് ടു λ2 അല്ലേ? λ1 ഈസ് ടു λ2 ഈസ് ഈക്വൽ ടു 1:9. അപ്പോൾ ആൻസർ എത്രയാ? 1:9 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ മതി 1:9 എന്ന റേഷ്യോ ഉണ്ടോ എന്ന്. 1:9 റേഷ്യോ ഓപ്ഷൻ തന്നിട്ടുണ്ടോ? ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എ, ഓപ്ഷൻ എ ആണ് 1:9. അപ്പോൾ ആൻസർ പറയണം ഒന്നാമത്തെ ആൻസറാണ് കറക്റ്റ്. 1:9 ഈസ് ദ ആൻസർ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ്. നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത അതേ മെത്തേഡ് തന്നെ, അതേ ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്താൽ മതി. ആറ്റം മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഉത്തരം കിട്ടും 1:9 ഈസ് ദ ആൻസർ. അപ്പോൾ അതിന് നേരെ തിരിച്ചുള്ള 9:1 ഓപ്ഷനിൽ കാണും. അതല്ല ഉത്തരം എഴുതുന്നത്, കൃത്യമായിട്ട് തന്നെ റേഷ്യോ എടുക്കണം.
അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു, ഇൻ ആൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആറ്റം കനോട്ട് എമിറ്റ്. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ആറ്റങ്ങൾ എമിറ്റ് ചെയ്യാത്ത ലൈറ്റ് ഈ കൂട്ടത്തിൽ ഏതാണ്? അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ ആറ്റങ്ങൾ എന്ത് ചെയ്യും? എനർജി എമിറ്റ് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൽ പെടാത്ത ലൈറ്റ് ഏത്? അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ പഠിച്ചു. ഹൈഡ്രജൻ സ്പെക്ട്രയിൽ ഓരോ സീരീസ് ഓഫ് ലൈൻസും വ്യത്യസ്ത ലൈറ്റുകളാണെന്ന് നമുക്കറിയാം. വ്യത്യസ്ത ലൈറ്റുകളാണ്. ഏതൊക്കെയാണ്? ലൈമാൻ സീരീസ് ആണെങ്കിൽ അത് UV ലൈറ്റാണ്. ബാൽമർ സീരീസോ വിസിബിൾ ലൈറ്റാണ്. ബ്രാക്കറ്റ്സ് പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് അവരെല്ലാം IR ലൈറ്റാണ്, ഇൻഫ്രാറെഡ് ലൈറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റുകളെല്ലാം നമ്മുടെ സ്പെക്ട്രത്തിലുള്ള ലൈറ്റുകളാണ്. അപ്പോൾ ഇല്ലാത്തതാരാ? അത് നോക്കണം. വിസിബിൾ ലൈറ്റ് തന്നിട്ടുണ്ട്, ഇൻഫ്രാറെഡ് തന്നിട്ടുണ്ട്, അൾട്രാ വയലറ്റ് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ലൈറ്റ് സ്പെക്ട്രത്തിൽ കാണുന്ന ലൈറ്റാണ്. അപ്പോൾ ഇല്ലാത്ത ലൈറ്റ് ഏതാ? ഗാമ റൈസ്. അപ്പോൾ ഗാമ റൈസ് കനോട്ട് ബി ഒബ്സർവ്ഡ്. ഗാമ റൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പെക്ട്രത്തിൽ കാണാൻ കഴിയില്ല. അല്ല, സ്പെക്ട്രത്തിൽ ഇല്ലാത്ത ലൈറ്റ് ഏതാ? ഗാമ ലൈറ്റാണ്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗാമ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, the first Lyman transition in the hydrogen spectrum has DE is equal to 10.2 electron volt. The same energy change is observed in the second Balmer transition of which of that? അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നു, എന്താ തന്നിരിക്കുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡി തന്നിട്ടുണ്ട് 10.2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം നിങ്ങൾ എടുത്താൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ലൈമാൻ ട്രാൻസിഷനിൽ എന്ന് വെച്ചാൽ ലൈമാൻ സീരീസിലെ ഒന്നാമത്തെ ലൈറ്റ്, ലൈമാൻ സീരീസിൽ എനർജി ലെവൽ 2 നിന്നും എനർജി ലെവൽ 1 ഇലക്ട്രോൺ വരുമ്പോൾ കിട്ടുന്ന എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ എനർജി, ആ എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, എനർജി ഗ്യാപ്പ് ഡെൽറ്റ ഇ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 10.2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. 10.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന്. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എനർജി ലെവൽസ് ഇൻ ലൈമാൻ സീരീസ്. അപ്പോൾ 10.2 ഇലക്ട്രോൺ വോൾട്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ, ഫോർ ഹൈഡ്രജൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ ഇതേ എനർജി ഉള്ള ലൈറ്റിൻ്റെ എമിഷൻ വേറൊരു ആറ്റത്തിലും നടക്കുന്നു. ആ എമിഷൻ അവർ പറയുന്നുണ്ട്. എത്രാമത്തെ ലൈറ്റാണ്? ബാൽമർ സീരീസിലെ സെക്കൻഡ് ലൈറ്റ്. അപ്പോൾ ബാൽമർ സീരീസിൽ ഏതോ ഒരാറ്റത്തിൻ്റെ എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എങ്കിലല്ലേ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏതോ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ബാൽമർ സീരീസിലെ സെക്കൻഡ് ലൈറ്റ് ഇതേ എനർജി വ്യത്യാസം കാണിക്കും. അപ്പോൾ ബാൽമർ സീരീസിലെ സെക്കൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ലൈറ്റാ? ബാൽമർ സീരീസ് എടുക്കണം. അപ്പോൾ ഏതാ? ഞാൻ ഈ പറയുന്ന അതേ കൂട്ടത്തിൽ തന്നെ അതുകൂടെ വരച്ച് കാണിച്ചാൽ, ബാൽമർ സീരീസൂടെ വരച്ച് കാണിച്ചാൽ എങ്ങനെ കാണിക്കും? ദാണ്ടേ ഈ തന്നിരിക്കുന്നത് ഇതാണ് ലൈമാൻ സീരീസ് എങ്കിൽ ബാൽമർ സീരീസ് എന്ന് പറയുന്നത് അത് വേറൊരു ആറ്റമാണ്. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഒരുമിച്ചങ്ങ് വരയ്ക്കുന്നത്. അപ്പോൾ ബാൽമർ സീരീസ് സെക്കൻഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ലൈറ്റ്, ഇത് സെക്കൻഡ് ലൈറ്റ്. കണ്ടോ? ഈ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇത് എത്രാമത്തെ ലെവലാണ്? 4ാമത്തെ ലെവലിൽ നിന്നും 2ാമത്തെ ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റും ഇതേ എനർജി ഗ്യാപ്പ് കാണിക്കും. അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ എനർജിയും 10.2 ഇലക്ട്രോൺ വോൾട്ട് തന്നെയായിരിക്കും. എങ്കിൽ അത് ഏതാറ്റത്തിൻ്റെ ട്രാൻസിഷനാണ് ഈ 10.2 ഇലക്ട്രോൺ വോൾട്ട് തരുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന കാര്യം എന്താ? ഹൈഡ്രജൻ്റെ ലൈമാൻ സീരീസിലെ എനർജി ഗ്യാപ്പ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എനർജി ഗ്യാപ്പിന് ഇത്രയും എനർജിക്ക് തുല്യം ആയിട്ടുള്ള ഏതോ ട്രാൻസിഷൻ അല്ല, ബാൽമർ സീരീസിൽ സെക്കൻഡ് ട്രാൻസിഷൻ ഏതോ ഒരു ആറ്റത്തിന് കാണിക്കാൻ പറ്റും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2ാമത്തെ ആറ്റം ഏതാണെന്ന് അറിയത്തില്ല, 1ാമത്തെ ആറ്റം ഹൈഡ്രജൻ ആണെന്ന് അറിയാം. അപ്പോൾ സെക്കൻഡ് ആറ്റം ഏതാണെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ എനർജി ട്രാൻസിഷൻ്റെ എനർജി എത്ര, ഡെൽറ്റ ഇ എത്ര എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ ഇ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി. അപ്പോൾ എങ്ങനെയാണ് ഡെൽറ്റ ഇ കണ്ടുപിടിക്കുന്ന? എനർജി ഗ്യാപ്പ്, ഇവിടെ 2 ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെ എനർജി കണ്ടുപിടിക്കുന്നത്? എനർജി ഡിഫറൻസ് ഈസ് ഓൾവേസ് E2 മൈനസ് E1, അല്ലെങ്കിൽ തിരിച്ച് E1 മൈനസ് E2. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എനർജികൾ തമ്മിൽ, ആ ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും ആണെങ്കിൽ ഇത് E1 ഇത് E2 ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന E2 E4 ആണെങ്കിൽ E4 E2 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ. ആ എനർജി ഗ്യാപ്പാണ് ഡെൽറ്റ ഇ, രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇയെ നമുക്ക് E2 മൈനസ് E1 എഴുതാം. അതെത്ര നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ ഇ സമം ഏതാറ്റത്തിൻ്റെയാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതുന്നു, ഇക്വേഷൻ ആക്കിയിരുന്നു. എന്താ ഡെൽറ്റ ഇ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഇലക്ട്രോൺ വോൾട്ടിൽ പറ. കാരണം ഈ തന്നിരിക്കുന്ന ഹൈഡ്രജൻ്റെ എനർജി ഇലക്ട്രോൺ വോൾട്ടിലാണ്.
അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺ വോൾട്ടിൽ തന്നെ എനർജി പറയണം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ സമം ഡെൽറ്റ ഇ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് പറയുന്നത്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ എനർജി? ഇ സമം ഇൻ ഇലക്ട്രോൺ വോൾട്ട് -13.6 ഇൻറ്റു Z²/n². നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. കൃത്യമായിട്ട് തന്നെ ഇക്വേഷൻ ഓർമ്മയിൽ വരണം. -13.6 ഇൻ ഇലക്ട്രോൺ വോൾട്ട് -13.6 ഇൻറ്റു Z²/n² ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് എനർജി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ കണ്ടുപിടിക്കാൻ, അത് എനർജി ലെവലിൻ്റെ എനർജി നേരിട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡെൽറ്റ ഇ മീൻസ് ചേഞ്ച്, ഡിഫറൻസാണ്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? E2ഉം E1ഉം ആണ് എനർജി ലെവലെങ്കിൽ ഡെൽറ്റ ഇ സമം എങ്ങനെ എഴുതണം? -13.6 കോമൺ ആയിട്ട് പുറത്തെടുക്കണം അല്ലെ? ഫൈനൽ ഇക്വേഷൻ നേരിട്ട് അങ്ങ് പറയുക. 13.6 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇൻറ്റു അവിടെ എന്തുകൂടെ വരും? അറ്റോമിക് നമ്പറിൻ്റെ സ്ക്വയർ Z² വെളിയിൽ വരും. ഇനി ബ്രാക്കറ്റിനകത്ത് 1/E2 അല്ലേ? E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എനർജി ലെവൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ എനർജി ലെവലാണ് N2 സ്ക്വയർ മൈനസ് ഇനി E1 എന്ന് പറയുന്ന എനർജി ആരുടെയാ? ഫസ്റ്റ് എനർജി ലെവലിൻ്റെ. അപ്പോൾ ഡിവൈഡ് ബൈ N1 സ്ക്വയർ. അപ്പോൾ E2 മൈനസ് E1 തരുമ്പോൾ E2 എനർജി ഉള്ളത് സെക്കൻഡ് ലെവലിനാണ്. അപ്പോൾ N2 സ്ക്വയർ മൈനസ് E1 എനർജി ഉള്ളത് ആർക്കാ? ഫസ്റ്റ് എനർജി ലെവലിന്, N1 സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ, എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തേ. അപ്പോൾ ഡെൽറ്റ ഇ സമം ഇനി ഡെൽറ്റ ഇ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് ഡെൽറ്റ ഇ? എനർജി ഗ്യാപ്പ് 10.2 ആണ്. ഇതേ എനർജിയാണ് സെക്കൻഡ് ആറ്റത്തിൻ്റെ എനർജി ഗ്യാപ്പ്. സെക്കൻഡ് ആറ്റം അതേതാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അവിടെയും എനർജി ഡിഫറൻസ് ഹൈഡ്രജൻ്റെ എനർജി ഡിഫറൻസ് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ഇയുടെ വില 10.2 എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ ഇ 10.2 ആ ക്വസ്റ്റിനകത്തുണ്ട്, പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ 10.2 ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z² അറിയില്ല, ഏതാറ്റമാണെന്ന് അറിയത്തില്ല. ഹൈഡ്രജൻ ആയിരുന്നെങ്കിൽ 1 എന്ന് കൊടുക്കായിരുന്നു. ഹൈഡ്രജൻ അല്ല, വേറെ ഏതോ ഒരു ആറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബാൽമർ സീരീസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീരീസ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആറ്റം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനറലായിട്ട് നമുക്ക് Z² എന്ന് മാത്രം എഴുതാം. ഇൻറ്റു 1/, ഇനി N2 ഏതാ N1 ഏതാ? എവിടുത്തെ N2? നമ്മളെടുക്കുന്ന രണ്ടാമത്തെ ആറ്റത്തിൻ്റെ N2 ലെവലും N1 ലെവലും. അപ്പോൾ ഇവിടുത്തെ N2 എന്ന് പറയുന്ന ഏതാ? മുകളിലത്തെ എനർജി ലെവലാണ് N2, താഴത്തെ എനർജി ലെവലാണ് N1. ഇപ്പോൾ മുകളിലത്തെ എനർജി ലെവൽ 4th ലെവലും താഴത്തെ എനർജി ലെവൽ 2nd ലെവലുമാണ്. അപ്പോൾ ഇവിടെ N2 എന്ന് പറയുന്നത് 4th ലെവലാണ്. അപ്പോൾ 4² മൈനസ് N1 എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലാണ് 2². കാരണം ബാൽമർ സീരീസാണ്. ബാൽമർ സീരീസിൻ്റെ ഏറ്റവും എനർജി കുറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എനർജി ലെവൽ സെക്കൻഡ് ലെവലാണ്. ബാൽമർ സീരീസിൻ്റെ സെക്കൻഡ് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ 4th ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ വരണം. അപ്പോൾ 4th ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ കിട്ടുന്ന എനർജി അതാണ് ഈ പറയുന്ന ഹൈഡ്രജന് തുല്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ എനർജി ലെവൽ കിട്ടണമെങ്കിൽ N2 എന്ന് പറയുന്ന 4 എന്ന് എടുക്കണം, N1 എന്ന് പറയുന്ന 2 എന്ന് എടുക്കണം അല്ലേ? 4ൽ നിന്നും 2ലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ എടുക്കാമല്ലോ, അതാണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം. ദെൻ ഓൺ സോൾവിങ് ദിസ്, ഒന്ന് സോൾവ് ചെയ്തേ. -13.6 ഇൻറ്റു Z² ഇൻറ്റു സോൾവ് ചെയ്താൽ 1/4² 16 എന്ന് വരും, -1/2² 1/4 എന്ന് വരും. അപ്പം 1/16 മൈനസ് 1/4 അല്ലേ? 4 - 16 അപ്പം എന്ത് വരും? ഓക്കെ, 4 - 16 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 60 എടുക്കാമല്ലോ. അതാണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ 10.2 ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z² ഇൻറ്റു ഇവിടെ നോക്കി 4 - 16, 4ൽ നിന്നും 16 കുറച്ചാൽ -12, -12 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 16 64 64 അല്ലേ? 4 ഇൻറ്റു 60 64 64 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന സംഖ്യ എന്താ? പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടുകൂടെ മൈനസും പ്ലസ് ആയി. ഇനി അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നിന്ന് നമുക്ക് ഇസഡിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇസഡിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതി, കാരണം ഇസഡ് കണ്ടുപിടിച്ചാൽ ഏത് ആറ്റമാണെന്ന് കിട്ടാം. അപ്പോൾ ഏത് ആറ്റമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ അറ്റോമിക് നമ്പർ ഇസഡ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇസഡ് കണ്ടെത്താൻ വേണ്ടി ഇസഡിനെ മാത്രം ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ Z² മാത്രം ഒരു സൈഡിൽ, മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി. ബാക്കിയെല്ലാം കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എത്ര കിട്ടും? 10.2 ഇൻറ്റു സിംപ്ലിഫിക്കേഷൻ നമുക്കറിയാം, എളുപ്പത്തിൽ മാത്തമാറ്റിക്സിലെ കാര്യങ്ങളാണ്. അപ്പോൾ 10.2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 64 മുകളിൽ വരും, ഡിവൈഡഡ് ബൈ 13.6 ഇൻറ്റു 12 താഴെ വരും അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി അല്ലേ? സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10.2 ഇൻറ്റു 64 അല്ലേ? 10 ഇൻറ്റു 64 640. ഇനി 0.2 ഇൻറ്റു 64, 0.2 ഇൻറ്റു 64 എന്ന് പറഞ്ഞാൽ 64 ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് 658 സംതിങ് അല്ലേ? അല്ലെങ്കിൽ മൾട്ടിപ്ലൈ നോക്കണം. 102 ഇൻറ്റു 64 8
0 4 2 1 6. So the answer is 8 2 5 6. So 652.8. 652.8 is the answer. Divided by അടുത്ത 13.6 into 12 അല്ലേ 13.2 into 12 into 12 അല്ലേ 2 into 2 4 6 2 2 3 1 4 8 5 1. So 158.4. 158.4. So on solving this. ആ രണ്ടുകൂടെ സോൾവ് ചെയ്താൽ മതി, രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യണം. 652.8 ഡിവൈഡ് ബൈ 158.4 അല്ലേ 158.4 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, കൃത്യമായിട്ട് നമുക്ക് കിട്ടും. കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം വേർ ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എത്രയാണെന്ന് കിട്ടും ഡിവൈഡ് ചെയ്തേ. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ആൻസറായി 4 എന്ന് കിട്ടും. On dividing these two, you can obtain an answer that is 4. Z square is equal to 4 എന്ന് കിട്ടി. Z square is equal to 4 ആണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഇസഡിൻ്റെ സ്ക്വയർ അല്ല, ഇസഡ അറ്റോമിക് നമ്പർ. അപ്പോൾ Z is equal to എത്രയാ? Z square is equal to 4 ആണെങ്കിൽ we can say that Z is equal to √4. √4 is equal to 2 പ്ലസ് ഓർ മൈനസ് 2 ആണ്. നമുക്ക് മൈനസ് വേണ്ട. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ മൈനസ് സംഖ്യ ഇല്ല, പ്ലസ് സംഖ്യ എടുത്താൽ മതി. സെ പോസിറ്റീവ് നമ്പർ. സോ ആൻസർ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അറ്റോമിക് നമ്പർ 2 വരുന്ന ആറ്റം ഹീലിയമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നോക്കാം, ഹീലിയം എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ തന്നിരിക്കുന്നത് ലിഥിയം 2+, ലിഥിയം പ്ലസ്, എൽ പ്ലസ് അല്ല ലിഥിയം പ്ലസ് എന്നാണ് ഓപ്ഷൻ. നിങ്ങളത് കറക്റ്റ് ചെയ്തോണം. ലിഥിയം പ്ലസ് എന്നാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. അടുത്ത ഹീലിയം പ്ലസ് ഉണ്ട്, ബെർലിയം 3+ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഹീലിയം പ്ലസ് ആണ്. അപ്പോൾ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി മൂന്നാമത്തെ ഉത്തരമാണ് കൃത്യമായിട്ട് വരുന്നത്. സോ നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ ലിമിറ്റിംഗ് ലൈൻ ഇൻ ബാൽമർ സീരീസ് വിൽ ഹാവ് എ ഫ്രീക്വൻസി ഓഫ്. അപ്പോൾ ലിമിറ്റിംഗ് ലൈൻ ഇൻ ബാൽമർ സീരീസ് വിൽ ഹാവ് എ ഫ്രീക്വൻസി. ലിമിറ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലൈൻ. അപ്പോൾ ബാൽമർ സീരീസിലെ അവസാനത്തെ ലൈൻ്റെ ഫ്രീക്വൻസി എത്രയാണ് അല്ലേ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതും. ന്യൂ ഈസ് ഈക്വൽ ടു എന്താ ന്യൂ? നമുക്കറിയാവുന്ന എന്താ? അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ന്യൂ ബാർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. സ്പെക്ട്രൽ ലൈനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ന്യൂ ബാർ. അപ്പോൾ ന്യൂ ബാറിന് എന്താക്കണം? ഫ്രീക്വൻസി ആക്കണം, ന്യൂ ആക്കണം. എന്ത് ചെയ്താൽ മതി? ന്യൂ ബാറും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം ന്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ന്യൂ ബാർ. കാരണം ന്യൂ ബാറിൻ്റെ വില നമുക്കറിയാം കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനെ ഫ്രീക്വൻസി ആക്കാൻ വേണ്ടി റിലേഷൻസ് ഉണ്ട്. ന്യൂ ഈസ് ഈക്വൽ ടു സി ന്യൂ ബാർ. അങ്ങനെയാണെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി സമം സി, ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് സി, ഇൻറ്റു വാട്ട് ഈസ് ന്യൂ ബാർ? RH ഇൻറ്റു അടുത്ത നോക്കണം ഫ്രീക്വൻസി. ബാൽമർ സീരീസ് ആണ്, ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ Z square 1. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 1. അപ്പോൾ എഴുതേണ്ട കാര്യമില്ല. Z square ദാറ്റ് ഈസ് 1 ഇൻറ്റു ന്യൂ ബാറിൻ്റെ ബാക്കി വാല്യൂ 1/n1² മൈനസ് 1/n2². ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രീക്വൻസി എന്നാണ്. ലിമിറ്റിംഗ് ലൈൻ്റെ ഫ്രീക്വൻസി ലാസ്റ്റ് ലൈൻ. അപ്പോൾ ലാസ്റ്റ് ലൈൻ വരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ്. അപ്പോൾ സി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു RH. അപ്പോൾ RH-ൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കണം? ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ്. അപ്പോൾ RH നമ്മൾ പഠിച്ചിരിക്കുന്നത് 1096.77 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലൈറ്റിൻ്റെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, മീറ്ററിലാണ്, SI യൂണിറ്റിലാണ് പറയുന്നത്. അപ്പോൾ RH SI യൂണിറ്റിലാക്കിയാൽ RH-ൻ്റെ വാല്യൂ SI യൂണിറ്റിൽ പറഞ്ഞാൽ 1.096 അല്ലെങ്കിൽ 1.09 × 10⁻⁷ എന്നാണ്. 10⁻⁷. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 3 × 10⁸ ഇൻറ്റു RH-ൻ്റെ വില 1.09 × 10⁻⁷ ഇൻറ്റു 1/n1². ഏത് സീരീസാണ്? ബാൽമർ സീരീസാണ്. ബാൽമർ സീരീസ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ സീരീസ്. രണ്ടാമത്തെ സീരീസിൻ്റെ ഗ്രൗണ്ട് ലെവൽ സെക്കൻഡ് ലെവലാണ്. സോ 1/2² മൈനസ് 1/n2². n2 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇൻഫിനിറ്റി. കാരണം ലിമിറ്റിംഗ് ലൈനാണ്, ലാസ്റ്റ് ലൈൻ. അപ്പോൾ ലാസ്റ്റ് ലൈൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 1/2² മൈനസ് 1/∞. 1/∞. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. എത്ര കിട്ടും? 3 × 10⁸ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ നടത്തണം 1.09 × 10⁻⁷ ഇൻറ്റു 1/4. അപ്പോൾ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടി? 3 × 1.09. സോ 3 × 1.09 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നത് അത് 10-ൻ്റെ പവർ ആദ്യം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. 10⁸ 10⁻⁷ രണ്ടുകൂടെ ചേർത്തല്ല. A⁻m A⁻m+n. സോ 10⁻15 വരും. ബാക്കി മൾട്ടിപ്ലിക്കേഷൻ 3 × 1.09 ഡിവൈഡ് ബൈ 4. സോ സിംപ്ലിഫൈ ഇത്രയും ഭാഗത്തെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
നമുക്ക് ആൻസർ കിട്ടുന്ന ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു അല്ലേ 3 × 1.09 3ക്കാൾ ചെറിയ ഒരു സംഖ്യ വലുത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏകദേശം 0.8 സംതിങ് അടുപ്പിച്ചൊരു വില കിട്ടും. 0.8 × 10⁻15 എന്ന് പറഞ്ഞ ഒരു സംഖ്യ കിട്ടും. അപ്പോൾ ഇതാണ് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനകത്തുണ്ടോ എന്ന് നോക്കണം. 0.8 എന്ന് പറയുന്ന സംഖ്യ ഇല്ല. പക്ഷേ നമുക്ക് എന്തുണ്ട് 8 പോയിന്റ് എന്ന് പറയുന്ന സംഖ്യ അടപ്പുണ്ട്. 10⁻14 ആക്കിയാൽ മതി. പവർ 10⁻14 ആണെങ്കിൽ 8.22 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടിയത് 0.8 × 10⁻15 എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് മാറ്റി എഴുതിയാൽ 0.8നെ എങ്ങനെ ആക്കി? സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 8 അല്ലേ. 0.8ൻ്റെ ഡെസിമൽ സംഖ്യ ഒരു സ്ഥാനം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു സ്ഥാനം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ 10ൻ്റെ പവർ ഒന്ന് കുറയ്ക്കണം. സോ 8 × 10⁻14 എന്ന് എഴുതാം. അത്രയും സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ 8 × 10⁻14 ഓപ്ഷനകത്തുണ്ട്. 8.22 × 10⁻14 എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക അല്ലേ. ബാക്കിയൊന്ന് 8 പിന്നെ -8 വരുന്നുണ്ട്. മൈനസ് നമ്മുടെ ആൻസറിലില്ല. മൈനസ് നമുക്ക് വരുന്നില്ല അല്ലേ. കിട്ടിയ ഉത്തരം പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ -8നെ നിങ്ങൾ നോക്കണ്ട, പോസിറ്റീവ് സംഖ്യയാണ് കിട്ടിയത്. അതിനകത്ത് വ്യത്യാസമില്ല. അപ്പോൾ 8ന് അടുപ്പിച്ച് വരുന്ന ആ ഒരു ഉത്തരം അതാണ്. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. If the shortest wavelength of Lyman series of hydrogen atom is x, then the wavelength of the first line of Balmer series of hydrogen atom will be. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ലൈമാൻ സീരീസിലുള്ള ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ ചോദ്യം എന്താ? ഇഫ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ബാൽമർ സീരീസ് എത്രയാണ് അല്ലേ. ദ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈൻ ഓഫ് ബാൽമർ സീരീസ്. അപ്പോൾ ഒന്നിനെ നമ്മൾ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മറ്റേത് എത്രയാണ് എന്നാ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാ ഏറ്റവും ചെറിയ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്? എനർജി കൂടിയ ലൈറ്റ് അല്ലേ. എനർജി കൂടിയ ലൈറ്റ് ഏറ്റവും അവസാനത്തെ ലൈറ്റ് അതല്ലേ ചോദ്യം. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ലൈറ്റ്. അപ്പോൾ ആദ്യം ലൈമാൻ സീരീസിലെ ഏറ്റവും അവസാനത്തെ ലൈറ്റ്, ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നമുക്ക് എഴുതാം. അപ്പോൾ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ അല്ലേ. വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ന്യൂ ബാർ. 1/λ ഈസ് ഈക്വൽ ടു ന്യൂ ബാർ. ഇതാ ഇക്വേഷൻ. വിച്ച് ഈസ് ഈക്വൽ ടു അതെത്രയാണ്? RH × 1/n1² - n2². 1/n2². 1/n1² - 1/n2². ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? RHൻ്റെ വില അറിയാം. വാല്യൂ കൊടുത്തു. എത്രയാണ് RH? നമുക്ക് തൽക്കാലം RH എന്ന് തന്നെ എഴുതാം. ഇൻറ്റു 1/n1². n1 എന്ന് പറഞ്ഞാൽ ലൈമാൻ സീരീസ് ആണ് ലാസ്റ്റ്. ആ ലൈമാൻ സീരീസിലെ ലാസ്റ്റ് ലൈനാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം n1ൻ്റെ വില 1 എന്നെടുക്കാം. ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് n2ൻ്റെ വില ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ 1/1 - 1/∞². സോ വിച്ച് ഈസ് ഈക്വൽ ടു RH × 1/1 1 ആണെന്നറിയാം. 1/∞² 1/∞ എത്രയാണ്? 0 അപ്പോൾ 1/∞ 0 ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റു അല്ല മൈനസ് ആണ് 0. സോ എത്ര കിട്ടി? RH എന്ന് കിട്ടി. അപ്പം ന്യൂ ബാർ അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു RH എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന എന്താ? ലാംഡയാണ്. സോ ഇഫ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ദ ലൈമാൻ സീരീസ്, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ലാംഡ വേവ് ലെങ്ത് സമം 1/λ RH ആണെങ്കിൽ വേവ് ലെങ്ത് സമം റെസിപ്രോക്കൽ ഓഫ് ദ RH 1/RH അല്ലേ. 1/λ ഈസ് ഈക്വൽ ടു RH ആണെങ്കിൽ ലാംഡ സമം 1/RH റെസിപ്രോക്കൽ എടുക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? എക്സ് ആണ്. ഇതിനെ നിങ്ങൾ എക്സ് എന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് ടേക്കൺ ആസ് എക്സ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ബാൽമർ സീരീസിലെ ലൈൻ്റെ ഫ്രീക്വൻസി എത്ര, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? ബാക്കി എന്തായിരുന്നു? ദെൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഇൻ ബാൽമർ സീരീസ്. ബാൽമർ സീരീസിലെ ഒന്നാമത്തെ ലൈൻ്റെ വേവ് ലെങ്തിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ ഇതേപോലെ ബാൽമർ സീരീസിലെ ഒന്നാമത്തെ ലൈൻ്റെ വേവ് ലെങ്ത് എഴുതണം. ഇതേപോലെ ബാൽമർ സീരീസിലെ ഒന്നാമത്തെ ലൈൻ്റെ വേവ് ലെങ്ത് എങ്ങനെ എഴുതുന്നത്? ഫോർ ബാൽമർ സീരീസ് ദ ഫസ്റ്റ് ലൈൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈൻ 1/λ സമം ബാൽമർ സീരീസിൻ്റെയാണ് ഫസ്റ്റ് ലൈൻ 1/λ സമം അവിടെയും RH × 1/ ബാൽമർ സീരീസ് ആയതുകൊണ്ട് 2² മൈനസ് 1/ എന്ത് വരും? ഫസ്റ്റ് ലൈനാണ് തൊട്ടടുത്ത എനർജി ലെവൽ. ഫസ്റ്റ് ലൈൻ കിട്ടണമെങ്കിൽ എവിടുന്ന ട്രാൻസിഷൻ നടക്കുന്നേ? സെക്കൻഡ് ലെവലും തേർഡ് ലെവലും ഇതാണെങ്കിൽ ഇത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. ബാൽമർ സീരീസിൽ തേർഡ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നു. അപ്പോഴാണ് ഫസ്റ്റ് ലൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ n2ൻ്റെ വില 3 ആണ്. സോ 3² എന്ന് എഴുതണം. അപ്പോൾ ആൻസർ 1/λ ഈസ് ഈക്വൽ ടു RH × സിംപ്ലിഫൈ ചെയ്താൽ 3² - 2² 9 - 4 5 /
4 into 9, 4 into 9 36 ആണ്. സോ ആർ എച്ച് ഇൻറ്റു 5/36 എന്ന് വരും. ഇതാണ് 1/λ. therefore ലാംഡ സമം 1/RH ഇൻറ്റു തിരിച്ചിട്ടാൽ 36/5 എന്ന് വരും. അപ്പോൾ ഇതെന്തിൻ്റെ ഇതെന്തിൻ്റെ വാല്യൂ കിട്ടിയേ? ലാംഡ ഫോർ ഫസ്റ്റ് ലൈൻ ഇൻ ബാൽമർ സീരീസ്. നേരത്തെ കണ്ടുപിടിച്ച എന്തായിരുന്നു? ലാംഡ ഫോർ ലാസ്റ്റ് ലൈൻ ഇൻ ലൈമാൻ സീരീസ്. അപ്പോൾ അതിൽ RH 1/RH എന്ന് പറയുന്നതാണ് കിട്ടിയ ഉത്തരം. അതിനെ നമ്മൾ എക്സ് എന്നല്ലേ വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ലാംഡയെ നമുക്ക് എന്ത് വിളിക്കാം? ലാംഡ സമം 1/RH ഇൻറ്റു 36/5. അതിൽ 1/RH എന്താ? എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു 36/5 ഇതാണ് ആൻസർ. അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 36x/5 എന്ന് എഴുതാം. സോ ലാംഡ ഫോർ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ബാൽമർ സീരീസ് ഈസ് 36x/5. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് നമ്മൾ ആൻസർ നോക്കണം. 36x/5 ആൻസർ ഉണ്ട്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 36x/5 ആണ് അല്ലേ എൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഹൈഡ്രജൻ്റെ ലൈമാൻ സീരീസിലുള്ള ലാസ്റ്റ് ലൈറ്റിൻ്റെ എക്സ് വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തെടുത്തു. അല്ലെങ്കിൽ ലാംഡയുടെ വാല്യൂ സോൾവ് ചെയ്തു. 1/RH എന്നിട്ട് അതിനെ എക്സ് എന്ന് വിളിച്ചാൽ തൊട്ടടുത്ത സീരീസ് ബാൽമർ സീരീസിലെ ഫസ്റ്റ് ലൈനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതിൻ്റെ വേവ് ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആണ് ഇങ്ങനെയാണ് 36x/5. അപ്പോൾ ഉത്തരം കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു. ദ ഫസ്റ്റ് എമിഷൻ ലൈൻ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ഇൻ ദ ബാൽമർ സീരീസ് വിൽ ഹാവ് ദ വേവ് നമ്പർ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ദ ഫസ്റ്റ് എമിഷൻ ലൈൻ ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം, ഒന്നാമത്തെ എമിഷൻ ലൈൻ അല്ലേ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നു. അതിൽ ഫസ്റ്റ് ലൈൻ ഏത് സീരീസ്? ബാൽമർ സീരീസ്. അപ്പോൾ ബാൽമർ സീരീസ് ഫസ്റ്റ് ലൈൻ നേരത്തെ നമ്മൾ പറഞ്ഞതാ. സെക്കൻഡ് എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ വരണം. എവിടെ നിന്ന് വരണം? തേർഡ് ലെവലിൽ നിന്നും. അപ്പോൾ മൂന്നാമത്തെ എനർജി ലെവലിൽ നിന്നും രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ വരുമ്പോഴാണ് ബാൽമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ലൈൻ, ആ ഫസ്റ്റ് ലൈൻ എന്ത് വേണം? വേവ് നമ്പർ. ദ എമിഷൻ ലൈൻ ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം ഇൻ ദ ബാൽമർ സീരീസ് വിൽ ഹാവ് ദ വേവ് നമ്പർ. എങ്കിൽ അതിൻ്റെ വേവ് നമ്പറിൻ്റെ വില എത്ര? വേവ് നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം. ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂ ബാർ, ഇതാണ് വേവ് നമ്പർ, ഇസ് ഈക്വൽ ടു RH അല്ലേ. റെഡ്ബർഗ് കോൺസ്റ്റന്റ് RH അല്ലെങ്കിൽ R എന്ന് എഴുതാം. RH അല്ലെങ്കിൽ R എന്ന് എഴുതാം. ഇൻറ്റു 1/n1² മൈനസ് 1/n2² അല്ലേ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാ. അപ്പോൾ അതിനകത്ത് n1 ഉം n2 ഉം വാല്യൂ കൊടുത്താൽ മതി. R ഇൻറ്റു 1/n1. വാട്ട് ഈസ് n1? ബാൽമർ സീരീസ് n1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ബാൽമർ സീരീസിൻ്റെ താഴ്ന്ന എനർജി ലെവൽ 2 ആണ്. സോ 1/2² മൈനസ് 1/3² അല്ലേ. 3ൽ നിന്ന് 2ലേക്ക് ഇലക്ട്രോൺ എമിഷൻ നടക്കണം. അതാണ് ഫസ്റ്റ് ലൈൻ. സോ വിച്ച് ഈസ് ഈക്വൽ ടു R ഇൻറ്റു നേരത്തെ പറഞ്ഞല്ലോ 1/2² മൈനസ് 1/3² എങ്ങനെ എഴുതാം? 3² 9 മൈനസ് 2² 4. സോ 5 ഡിവൈഡഡ് ബൈ അല്ലേ. 9 മൈനസ് 4 5 ആണ്. ഡിവൈഡഡ് ബൈ 2² ഇൻറ്റു 3², 4 ഇൻറ്റു 9 36. സോ ദ ആൻസർ ഈസ് 5R/36. 5R/36 ആണ് ന്യൂ ബാർ വേവ് നമ്പർ. അപ്പോൾ ഓപ്ഷൻ നോക്ക്. 5R/36 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അത്രയും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. 5R/36 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഓപ്ഷൻ കിടപ്പുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഉത്തരം അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഇക്വേഷൻ തന്നെ, അതിനകത്ത് വേറൊന്നുമില്ല. നേരിട്ട് ചെയ്യുക, സോൾവ് ചെയ്തെടുക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നു. സോ വാട്ട് ട്രാൻസിഷൻ ഇൻ ഹീലിയം പ്ലസ് വിൽ ഹാവ് ദ സെയിം ലാംഡ, ദാറ്റ് ഈസ് വേവ് ലെങ്ത്, ആസ് ദ ഫസ്റ്റ് ലൈൻ. ഓക്കെ, ഫസ്റ്റ് ലൈൻ അത് ഫസ്റ്റ് ലൈൻ ഇൻ ദ ലൈമാൻ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, വാട്ട് ട്രാൻസിഷൻ ഹീലിയം പ്ലസ് എന്ന് പറയുന്ന അയോണിൻ്റെ അവിടെ ഉണ്ടാകുന്ന ട്രാൻസിഷൻ, ഏത് ട്രാൻസിഷനാണ് നമ്മുടെ ലൈമാൻ സീരീസിലെ ഒന്നാമത്തെ ലൈൻ്റെ ലാംഡ വേവ് ലെങ്തുമായി തുല്യമാകുന്നത്? ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തായിരുന്നു. അത് നേരെ തിരിച്ചാ ചോദിച്ചേ. എന്ത് പറഞ്ഞു? ഈ ലൈമാൻ സീരീസ് ഒരു ലൈൻ തന്നിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസിയും ഇനി വേറൊരു ട്രാൻസിഷൻ പറഞ്ഞു അല്ലേ. ബാൽമർ സീരീസിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ, ആ ട്രാൻസിഷന് തുല്യമാകുന്നത് ഏത് ആറ്റത്തിൽ വെച്ചാണ്, ഏത് ആറ്റത്തിൻ്റെ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്, സ്പെക്ട്രം എടുക്കുമ്പോഴാണ് എന്നായിരുന്നു അവിടുത്തെ ചോദ്യം. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിവേഴ്സ് ആയിട്ടുള്ള ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്തായിരുന്നു? ആറ്റം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഹൈഡ്രജനാണ്, 2 ഹീലിയമാണ്. അപ്പോൾ ഈ 2 ആറ്റത്തിലും ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ രണ്ടിടത്തെയും
ഇലക്ട്രോൺ ട്രാൻസിഷനിൽ ചില എനർജികൾ, ചില എമിഷൻ എനർജികൾ ഈക്വലാണ്, തുല്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് തുല്യമാണ്. അത് ഏത് ലൈറ്റ് ആണെന്ന് നമ്മൾ പറയണം, ഏത് സീരീസിൽ ലൈറ്റ് ആണെന്ന് പറയണം, ഏത് ട്രാൻസിഷൻ. ഇവിടെ കുറേ ട്രാൻസിഷൻ തന്നിട്ടുണ്ട്, എപ്പോഴാണ് അത് ഈക്വൽ ആകുന്നത്, ഏത് ട്രാൻസിഷനിലാണ് തുല്യമാകുന്നതെന്ന് പറയണം. അപ്പോൾ എങ്ങനെയാണ് അത് പറയുന്നത്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഹീലിയം ആറ്റം എടുത്തു. എന്താ ഹീലിയത്തിൻ്റെ പ്രത്യേകത? ഹീലിയം എന്ന് പറയുന്ന ആറ്റത്തിൽ എത്രാമത്തെ ലൈറ്റാണ് തന്നിരിക്കുന്നത്? ഹീലിയത്തിൻ്റെ തന്നിട്ടില്ല, എത്രാമത്തെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്ത് തന്നിട്ടുണ്ട്? ഹൈഡ്രജൻ്റെ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ലൈൻ നോക്കാം. ഫോർ ഹൈഡ്രജൻ ഫസ്റ്റ് ലൈൻ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈൻ. ആ ഫസ്റ്റ് ലൈനെ നമ്മൾ പലതവണ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തിട്ടുള്ളതാണ്. അത് എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ ലാംഡ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ലാംഡ കണ്ടുപിടിക്കുന്നത്? നമുക്ക് എപ്പോഴും അറിയാവുന്ന ഇക്വേഷൻ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. അപ്പോൾ 1/λയാണ് ആദ്യം കിട്ടുന്നത്. അപ്പോൾ 1/λ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു RH ഇൻറ്റു അല്ലെങ്കിൽ R ഇൻറ്റു 1/N1. നമുക്ക് ആ N1 N2 ഇക്വേഷൻ അറിയാമല്ലോ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ലൈമാൻ സീരീസ് ആയതുകൊണ്ട് 1² മൈനസ് 1/2². ഇതാണ് ഫസ്റ്റ് ലൈൻ, ലൈമാൻ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു R ഇൻറ്റു, സോൾവ് ചെയ്തെടുത്താൽ മതി, 2² മൈനസ് 1²/2² ഇൻറ്റു 1². സോ 4 മൈനസ് 1 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 4. ഇത് കിട്ടി. അപ്പോൾ 1/λയാണ് കിട്ടിയത്. അപ്പോൾ ലാംഡ എത്രയാ? റെസിപ്രോക്കൽ എടുക്കണം. ലാംഡ ഈസ് ഈക്വൽ ടു 4/3R. R മുകളിലാണോ? അല്ല, R മുകളിലല്ല, ഡിനോമിനേറ്ററിലാണ്, താഴെ. സോ 4/3R. അതാണ്ട് ഇങ്ങനെ എഴുതണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ലാംഡ. ലാംഡ മീൻസ് വേവ് ലെങ്തിൻ്റെ വില. ഏത് വേവ് ലെങ്ത്? ലാംഡ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയാണ്, ഹൈഡ്രജൻ്റെ ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ഇതേ വേവ് ലെങ്തിന് തുല്യമായിട്ടൊരു ലൈറ്റ് നമ്മുടെ ഹീലിയം ആറ്റത്തിൻ്റെ എമിഷനിലും നടക്കും. അത് എത്രാമത്തെ എമിഷൻ നടക്കുമ്പോഴാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതേപോലെ ഹീലിയത്തിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഹീലിയത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ താഴേക്ക് എഴുതുന്നു. അപ്പോൾ ഹീലിയം നോക്കാം. അപ്പോൾ ഹീലിയം ആറ്റം എടുത്തേ, ഹീലിയം പ്ലസ്. അപ്പോൾ ഹീലിയം പ്ലസിനകത്താണെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നമ്മൾ പറയുന്നു. എങ്ങനെയാണ് പറയുന്നത്? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ന്യൂ ബാറിൻ്റെ ഇക്വേഷൻ എഴുതി. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. അവിടെയും വേവ് ലെങ്താണ്, അത് ഇതേ വിലയുള്ള വേവ് ലെങ്ത്, ഇതേ വാല്യൂ തന്നെ അവിടെയും കിട്ടണം ലാംഡ. ഓക്കെ, നമുക്ക് നോക്കാം. 1/λ ഈസ് ഈക്വൽ ടു, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം. R ഇൻറ്റു എന്തായിരുന്നു? 1/N1². എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല, N1 മൈനസ് 1/N2². അവിടെ N2 അറിയത്തില്ല, കാരണം ഏത് ട്രാൻസിഷൻ ആണെന്ന് ഇങ്ങോട്ട് ചോദിച്ചിരിക്കും. അപ്പോൾ N1 N2 നമുക്ക് തൽക്കാലം അറിയത്തില്ല. അറിയാവുന്ന കാര്യം എന്താ? ലാംഡയുടെ വില അറിയാം. ഇതാണ് ഹൈഡ്രജനിൽ കിട്ടിയ ലാംഡ തന്നെയാണ് ആർക്കും? നമ്മൾ ഈ പറഞ്ഞ ഹീലിയത്തിനും. അങ്ങനെയാണെങ്കിൽ ഹീലിയത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? എന്താ പ്രത്യേകത? ഇക്വേഷൻ ഇവിടെ കഴിഞ്ഞില്ല. ഹീലിയത്തിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടം വരെ എഴുതി നിർത്താൻ പാടില്ല, അറ്റോമിക് നമ്പർ കൂടെ ചേർക്കണം. അവിടെ അഡീഷണൽ ആയിട്ട് ആരൂടെ വരും? ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2² Z² ഇക്വേഷനകത്തുണ്ട്. RH ഇൻറ്റു Z² ഇൻറ്റു 1/N1² മൈനസ് 1/N2² എന്നാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 2 ആണ് ഹീലിയത്തിന്. അപ്പോൾ ആ 2² എടുക്കണം. അപ്പോൾ ഇക്വേഷനകത്ത് ലാംഡയുടെ വില അറിയാമല്ലോ. അപ്പോൾ ഹീലിയം ആണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിലും ഒരേ ലാംഡ തരും. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന് കിട്ടിയ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 1/ ലാംഡയുടെ വാല്യൂ എന്തായിരുന്നു? 4/3R ഈസ് ഈക്വൽ ടു R ഇൻറ്റു എന്ത് പറയും? 1/N1², അതേപോലെ മൈനസ് 1/N2² ഇൻറ്റു 4. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3R, 4/3R റെസിപ്രോക്കൽ എടുത്താൽ മതി. 3R ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു R ഇൻറ്റു 4 ഇൻറ്റു ബാക്കി 1/N1² മൈനസ് 1/N2² ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദാണ്ടെ ഈ തന്നിരിക്കുന്ന R ക്യാൻസൽ, ഈ 4 ഇപ്പുറത്ത് വന്നാൽ 3 ഡിവൈഡ് ബൈ 16 എന്ന് വരും. 3/16 ഈസ് ഈക്വൽ ടു 1/N1² മൈനസ് 1/N2². അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മതി, ഈ തന്നിരിക്കുന്ന ട്രാൻസിഷൻ വെച്ചിട്ട് നേരത്തെ ഓപ്ഷൻ കണ്ടല്ലോ, ഓപ്ഷനിൽ വെച്ചിട്ട് 1/N1² മൈനസ് 1/N2² എടുക്കുമ്പോൾ 3/16 എവിടെ കിട്ടുന്നു? അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും നോക്കിയാൽ മതി, ഇത്രയും നോക്കിയാൽ മതി. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1/N1² മൈനസ് 1/N2² സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? N2² മൈനസ് N1² ഡിവൈഡ് ബൈ N1² ഇൻറ്റു N2². ഇതല്ലേ വേണ്ടുന്നത്? ഇതിൻ്റെ ഉത്തരമാണല്ലോ 3/16. ഇതിന് ഉത്തരമാണല്ലോ 3/16. അപ്പോൾ രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകൾ തമ്മിലുള്ള വ്യത്യാസം 3ഉം രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 16. അപ്പം വ്യത്യാസം എടുക്കുമ്പോൾ 3, സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് 3 ആയിരിക്കണം, സ്ക്വയേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് 16. അപ്പോൾ ഏതാണെന്ന് നോക്കണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓരോന്നും നമുക്ക് നോക്കാം. ഇത് കിട്ടുന്ന എവിടാന്ന്? ഓക്കെ, ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പം ഓരോ ഓപ്ഷനും നോക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? 5 to 3 ട്രാൻസിഷൻ തന്നിട്ടുണ്ട്. 5 to 3. അപ്പോൾ ആ രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്ക്. 5ൻ്റെ സ്ക്വയർ 25, 3യുടെ സ്ക്വയർ 9. സോ 25 - 9 ഡിഫറൻസ് 3 ആണോ? അല്ല, 16 എന്ന് വരും. അടുത്ത 3 to 2. 3 to 2, 3യുടെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4. സോ ഡിഫറൻസ് എടുത്താൽ 9 - 4, 5 എന്നേ വരും. അടുത്ത 6 to 4, 6ഉം 4ഉം 6ഉം 4ഉം തമ്മിലാണെങ്കിലോ 6ൻ്റെ സ്ക്വയർ 36 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്, ഡിഫറൻസ് 20 എന്നാണ് വരുന്നത്. അടുത്ത 4 to 2 ആണെങ്കിൽ 4ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16, 2ൻ്റെ സ്ക്വയർ 4. സോ 16 - 4 എന്ത് വന്നു? 12 എന്ന് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ ഡിഫറൻസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററോടെ ചെക്ക് ചെയ്യണം. ന്യൂമറേറ്റർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്താൽ ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ഡിനോമിനേറ്റർ ഒന്ന് ചെക്ക് ചെയ്തേ. ന്യൂമറേറ്റർ മാത്രം ഡിഫറൻസ് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കറക്റ്റ് വന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഒന്ന് നോക്കാം. 5 സ്ക്വയറും 3 സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ഒന്നാമത്തേന് നമുക്ക് 5 സ്ക്വയറും 3 സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ നമുക്ക് എന്ത് പറയാം? 25 - 9 ഇറ്റ് ഈസ് 16 ഡിവൈഡഡ് ബൈ 25 × 9. 25 × 9 സിംപ്ലിഫൈ ചെയ്യാൻ ക്യാൻസൽ പറ്റത്തില്ല. അടുത്ത എല്ലാം ഒന്ന് എഴുതി നോക്കാം. അത് രണ്ടാമത്തെ ആണെങ്കിലോ 3 സ്ക്വയർ - 2 സ്ക്വയർ 5 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4. സോ 4 × 9 എന്ന് വരും രണ്ടാമത്തെ. മൂന്നാമത്തെ ആണെങ്കിലോ 36 - 16 20 ഡിവൈഡഡ് ബൈ 36 × 60. 36 × 60. ഓക്കെ. നാലാമത്തെ ആണെങ്കിൽ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 16 - 2 സ്ക്വയർ 4. സോ 12 ഡിവൈഡഡ് ബൈ 16 × 2 സ്ക്വയർ 4. നോക്കി ഇവിടെയാണെങ്കിൽ നോക്ക്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്യണം, ഇത് നോക്കണം. അതിൽ നമ്മുടെ ആൻസർ അവിടെ വരുമെന്ന് നോക്കിയാൽ താണ്ടേ ഇവിടെ 12/4 ഉണ്ട്. 12ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 3ന് മുകളിൽ വരും. കണ്ടോ? അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററും കൂടെ എഴുതിയാലേ ഉത്തരം കിട്ടും. ന്യൂമറേറ്റർ മാത്രം ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡിനോമിനേറ്ററോട് എഴുതി. എല്ലാത്തിനെയും ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സംഖ്യയും കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ എന്ത് കിട്ടി? മുകളിലത്തെ 12ഉം താഴത്തെ 4 കൂടെ ക്യാൻസൽ ആകും. അപ്പം 3/16 എന്ന് കിട്ടും. അപ്പോൾ 3/16 കിട്ടുന്ന ഏത് ട്രാൻസിഷനിലാണ്? ലാസ്റ്റ്. സോ 4 to 2 ട്രാൻസിഷൻ എടുക്കുമ്പോഴാണ് ഈ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും വാല്യൂ അത് ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന ഉത്തരം കിട്ടാൻ ഏത് ട്രാൻസിഷൻ നടന്നാൽ പറ്റും. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റും. സോ ഡി ഈസ് ദ ആൻസർ. 4 to 2 ആണ് ട്രാൻസിഷൻ. അപ്പോൾ നാലാമത്തെ ഉത്തരമാണ് ശരി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ഹൈഡ്രജൻ ആറ്റം ദ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റ് ഫ്രം 6th orbit to 2nd orbit in multi steps. സോ ദ ടോട്ടൽ സ്പെക്ട്രൽ ലൈൻസ് വിൽ ബി. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ 6th orbit ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 6th ഓർബിറ്റിൽ നിന്നും 6th ലെവൽ നിന്നും 2nd ലെവൽ രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നത് മൾട്ടി സ്റ്റെപ്പാണ്. എന്നുവെച്ചാൽ ഒരുമിച്ചല്ല, ഒറ്റയടിക്ക് 6th നിന്ന് ഒറ്റയടിക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമല്ല, പല സ്റ്റെപ്പ് വഴി വരുന്നു അല്ലേ? 6ൽ നിന്നും 5ൽ വരാം, 4ൽ വരാം, അങ്ങനെ മൾട്ടി സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നതെങ്കിൽ ടോട്ടൽ സ്പെക്ട്രൽ ലൈൻസ് എത്ര ഉണ്ടാകുമെന്നാണ് ചോദ്യം. അപ്പോൾ ടോട്ടൽ സ്പെക്ട്രൽ ലൈൻ്റെ ചോദ്യം ചോദിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇഫ് ആൻ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ആൻ nth ലെവൽ. അപ്പോൾ n എന്ന് പറയുന്ന എനർജി ലെവൽ ഇലക്ട്രോൺ ഇരുന്നാൽ ടോട്ടൽ സ്പെക്ട്രൽ ലൈൻ ഉണ്ടാകുന്നത് n × n-1 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇക്വേഷൻ്റെ പ്രശ്നമുണ്ട്. എന്താ ഇക്വേഷൻ? അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് ഈ nth ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്ക് ആയിരിക്കണം. അതാ കണ്ടീഷൻ. അപ്പോൾ nth ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നാൽ അതാണ് ഈ ഇക്വേഷൻ n × n-1/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ലെവലിലേക്കല്ല, പകരം 2nd ലെവലിലേക്കാണ്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്ന 2nd ലെവലിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഇക്വേഷനകത്ത് ചെറിയൊരു മാറ്റമുണ്ട്. കാരണം ഈ ഫൈനൽ ഇക്വേഷൻ നമ്മൾ കിട്ടുന്നത് ഫസ്റ്റ് ലെവലിലേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്നാണ് നമ്മളിത് എത്തിക്കുന്നത്. കാരണം ഫസ്റ്റ് ലെവലിലേക്ക് ഇലക്ട്രോൺ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ഇക്വേഷനാണ് ജനറൽ ഇക്വേഷൻ, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ. അപ്പോൾ അതുകൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ nth ലെവലിൽ നിന്നും ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നു താഴെയുള്ള എനർജി ലെവലിലേക്ക്. അങ്ങനെ നടക്കുമ്പോൾ ഫസ്റ്റ് ലെവലിലേക്കല്ല ഇലക്ട്രോൺ വരുന്നതെങ്കിൽ അതിനിടയിൽ വെച്ച് ഇലക്ട്രോൺ നിൽക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്പെക്ട്രൽ ലൈനുകളുടെ എണ്ണം, എത്ര സ്പെക്ട്രൽ ലൈൻസ് അതിന് മുന്നേ ഉണ്ടാകും
ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ അതിന് മുന്നേ മൾട്ടി സ്റ്റെപ്പ് വഴി നടക്കുമ്പോൾ എത്ര സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 അല്ലേ. N2 മുകളിലത്തെ ലെവൽ ആദ്യം എടുക്കണം. അപ്പോൾ N2 മൈനസ് N1 ഇൻറ്റു N2 മൈനസ് N1 പ്ലസ് 1 അല്ലേ. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് എടുക്കുന്നു, N2 മൈനസ് N1 ഇൻറ്റു N2 മൈനസ് N1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇവിടെ N2 എന്ന് പറയുന്ന ഹയർ ലെവൽ 6th ലെവൽ, N1 എന്ന് പറയുന്നത് സെക്കൻഡ് എനർജി ലെവൽ. അങ്ങനെയാണെങ്കിൽ N2 മൈനസ് N1 6 മൈനസ് 2 ഇൻറ്റു ഇവിടെ എന്ത് വരും 6 മൈനസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് ദ ആൻസർ. അങ്ങനെയാണെങ്കിൽ 6 മൈനസ് 2 അറിയാം 4 ആണ്. 4 ഇൻറ്റു 6 മൈനസ് 2 പ്ലസ് 1 4 പ്ലസ് 1 5 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്തായി? 4ഉം 2ഉം ക്യാൻസൽ ചെയ്യും, മുകളിൽ 2 എന്ന് വരും. 5 ഇൻറ്റു 2 5 ഇൻറ്റു 2 ഈസ് ദ ആൻസർ. സോ 5 ഇൻറ്റു 2 എത്രയാണ്? 10. സോ ഹൗ മെനി നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ്? 10 സ്പെക്ട്രൽ ലൈൻസ്. ഒരു അഡീഷണൽ പോയിന്റ് കൂടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഉൾപ്പെടുത്തിയില്ല അല്ലേ. അതെന്താ ചോദിച്ചിരിക്കുന്നത്? വിത്തൗട്ട് ബാൽമർ സീരീസ് എന്നാ. അപ്പോൾ ഈ പറയുന്ന ട്രാൻസിഷൻ നടക്കുമ്പോൾ എന്ത് വേണ്ട? ബാൽമർ സീരീസിലുള്ള സ്പെക്ട്രൽ ലൈൻസ് നമുക്ക് വേണ്ട, അതിനെ ഒഴിവാക്കണം. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എത്ര സ്പെക്ട്രൽ ലൈൻ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പം ബാൽമർ സീരീസിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ഹയർ എനർജി ലെവലിൽ നിന്നും സെക്കൻഡ് എനർജി ലെവലിലേക്ക് നേരിട്ട് വരുന്ന ട്രാൻസിഷൻസ് മൊത്തം ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ മുകളിൽ നിന്ന് ഇലക്ട്രോണിക് ട്രാൻസിഷൻ മൾട്ടി സ്റ്റെപ്പായിട്ട് വരുമ്പോൾ മുകളിൽ നിന്നും 6th ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് വരുന്ന ട്രാൻസിഷൻ ഒഴിവാക്കണം. അടുത്തയോ 5th ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ വന്നാൽ അത് ഒഴിവാക്കണം. അടുത്തയോ 4th ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ വരുന്നത് ഒഴിവാക്കണം അല്ലേ. അതെല്ലാം ബാൽമർ സീരീസിൽ ലൈനാണ്. പിന്നെയോ തേർഡ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടന്നാൽ അത് ഒഴിവാക്കണം. അപ്പോൾ എത്ര ഒഴിവാക്കണം? 4 ലൈൻസ്. കാരണം ആ 4 ലൈൻസും ബാൽമർ സീരീസിലുള്ളതാണ് അല്ലേ. ഹയർ ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് വരുന്നവനെ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് ബാൽമർ സീരീസ് വേണ്ട. ബാക്കിയുള്ളത് എത്ര ഉണ്ട് എന്ന് വെച്ചാൽ ഈ ബാൽമർ സീരീസ് അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ട്രാൻസിഷൻ ദാണ്ട് ഇത് വരാം, ഇങ്ങനെ ഒരെണ്ണം വരാം, ഇവിടുന്ന് താഴോട്ട് ഇതുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരാം. അപ്പോൾ അങ്ങനെയുള്ള എത്ര ട്രാൻസിഷൻസ് മാക്സിമം ഉണ്ട്? അപ്പോൾ ടോട്ടൽ നമ്മുടെ ട്രാൻസിഷൻസ് 10 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 10 ലൈൻസ് ആണ് ടോട്ടൽ കിട്ടുന്നതെങ്കിൽ അതിൽ ബാൽമർ സീരീസിനെ ഒഴിവാക്കിയാൽ എത്ര എണ്ണം ഒഴിവാക്കണം? 4 എണ്ണം. സോ ആൻസർ ഈസ് 10 മൈനസ് 4. 10ൽ നിന്നും 4 കുറയ്ക്കണം. റിമൈൻഡർ 6 ആണ്. റിമൈൻഡ് ചെയ്യുന്നത് 6 ആണ്. റിമൈൻഡർ അല്ല, റിമൈൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് 6 ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ആൻസർ. സോ 6 സ്പെക്ട്രൽ ലൈൻസ് കിട്ടും ബാൽമർ സീരീസിനെ ഒഴിവാക്കിയതിന് ശേഷം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആറ്റം ഹാസ് എക്സ് എനർജി ലെവൽസ്, ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ഇറ്റ് സ്പെക്ട്രം ആർ. അപ്പോൾ ആറ്റത്തിൻ്റെ എനർജി ലെവലുകൾ നേരിട്ടങ്ങ് തന്നിട്ടുണ്ട്. എത്രയാ? ഒരു ആറ്റത്തിൽ എക്സ് എനർജി ലെവലുകളുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ എൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എനർജി ലെവൽ തന്നിട്ടുണ്ട് എക്സ് 1 2 3 4 അങ്ങനെ എക്സെട്രാ ടു എക്സ്. പിന്നെ എനർജി ലെവൽ നമ്മൾ മാർക്ക് ചെയ്താൽ 1 മുതൽ എക്സ് വരെ എക്സ് എനർജി ലെവൽസ് ഉണ്ട്. എങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ എക്സ് എനർജി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ എത്ര ട്രാൻസിഷൻസ് തരും, എത്ര സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. മുകളിൽ നിന്ന് ഇലക്ട്രോൺ താഴേക്ക് വരുമ്പോൾ എത്ര സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകും? അപ്പോൾ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകുന്നതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടുന്ന ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. എന്താ ഇക്വേഷൻ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് സ്പെക്ട്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഇലക്ട്രോണിക് എമിഷൻ നടക്കുമ്പോഴാണല്ലോ സ്പെക്ട്രം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ടോട്ടൽ നമ്പറാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് സ്പെക്ട്രം നോക്കണം, എല്ലാ ടൈപ്പ് ലൈൻസ് നമ്മൾ അവിടെ നോക്കണം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും സ്പെക്ട്രൽ ലൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എവിടുന്നാണോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് നമ്പർ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് ഏതാണോ ലാസ്റ്റ് എനർജി ലെവൽ അതിൽ നിന്നും 1 കുറയുന്നത് വരെ. അപ്പോൾ എക്സെട്രാ പ്ലസ് നമുക്ക് എന്ത് എഴുതാം? എക്സ് ആണ് എനർജി ലെവലെങ്കിൽ എക്സിൽ നിന്നും 1 കുറയുന്നത് വരെയുള്ള സംഖ്യകൾ എടുത്ത് കൂട്ടിയാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. അപ്പോൾ 1 to x-1 വരെയുള്ള സംഖ്യ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താ? 1 to x-1 വരെയുള്ള, അല്ലെങ്കിൽ n ആണ് എനർജി ലെവലിൻ്റെ എണ്ണമെങ്കിൽ n-1 വരെയുള്ള സംഖ്യകൾ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം. 1 + 2 + 3 + എക്സെട്രാ പ്ലസ് x-1 ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. അപ്പോൾ 1 + 2 + 3 + എക്സെട്രാ പ്ലസ് എവിടം വരെ വേണം? x-1 വരെ. x-1 വരെ ആഡ് ചെയ്യണം. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് തൊട്ട് മുന്നേ നമ്മൾ എഴുതി വെച്ചത് അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയല്ലോ n1 + n അല്ലെങ്കിൽ n2 - n1 ഇൻറ്റു n2 - n1 + 1 അല്ലേ. ആഡ് ചെയ്ത് പോവല്ലേ, പ്ലസ് എക്സെട്രാ പ്ലസ്, അങ്ങനെയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതേപോലെ
നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കിട്ടുക, ഇത് ആഡ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ ഇവിടെ എന്തേക്കും അത്രയും ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് അഡീഷൻ, അത്രയും തവണ ആഡ് ചെയ്തു x-1 വരെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. ഡിവൈഡ് ബൈ 2 കൊണ്ടായിരുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നു 20ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. The figure indicate the energy level diagram for the origin of 6 spectral lines in emission spectrum. Which of the following spectral lines will not occurs in the absorption spectrum? അപ്പം കുറേ സ്പെക്ട്രൽ ലൈൻസ് തന്നിട്ടുണ്ട്, ആ പടത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. ഗിവൺ ഫിഗർ ഷോസ് സം സ്പെക്ട്രൽ ലൈൻസ്. പല പല ട്രാൻസിഷൻ തന്നിട്ടുണ്ട്, A, X, B, C എന്ന് പറയുന്ന കുറേ എനർജി ട്രാൻസിഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ലൈൻസ് ആണ് വരച്ചിരിക്കുന്ന ട്രാൻസിഷൻ്റെ. അപ്പോൾ ചോദിക്കും ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെക്ട്രൽ ലൈൻസ് വിൽ നോട്ട് ഒക്കേഴ്സ് ഇൻ ദ അബ്സോർഷൻ സ്പെക്ട്രം. ഈ തന്നിരിക്കുന്നതിൽ അബ്സോർഷൻ സ്പെക്ട്രൽ ഉൾപ്പെടാത്ത ലൈൻ ഏത്? അബ്സോർഷൻ സ്പെക്ട്രം. നമുക്കറിയാം എപ്പോഴും ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്. വീണ്ടും ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോഴാണ് എമിഷൻ ഉണ്ടാകുന്നത്. ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോൾ എമിഷൻ നടക്കും, മുകളിൽ നിന്ന് താഴേക്ക് ഇലക്ട്രോൺ വരും, എനർജി എമിഷൻ നടക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ചോദ്യം ഇങ്ങനെയായിരുന്നു, വിച്ച് ആർ നോട്ട് ഒക്കേഴ്സ് ഇൻ ദ അബ്സോർഷൻ സ്പെക്ട്രം. ഈ തന്നിരിക്കുന്ന സ്പെക്ട്രത്തിൽ അബ്സോർഷൻ സ്പെക്ട്രത്തിൽ ഉൾപ്പെടാത്ത ആര് എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന അബ്സോർഷൻ സ്പെക്ട്രം കാണിക്കാത്തത് ആര്? എപ്പോഴും നമുക്കറിയാം അബ്സോർഷൻ നടക്കുന്നത് ഇവിടുന്ന് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചേക്കണം, എമിഷൻ ഓഫ് ലൈറ്റ് നടക്കുമ്പോൾ ഏതൊക്കെ എനർജി ലെവലിൽ നിന്നാണോ ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് വരുന്നത്, അപ്പോൾ മുകളിൽ നിന്ന് ഇലക്ട്രോൺ വരുമ്പോൾ എങ്ങോട്ട് വരണം? ഫസ്റ്റ് എനർജി ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് അബ്സോർഷൻ സ്പെക്ട്രം ഉണ്ട്. എവിടൊക്കെ എനർജി ട്രാൻസിഷൻ നടക്കുമ്പോഴാണോ ഹയർ എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരാതെ ഇതിനിടയിലുള്ള എനർജി ലെവലിൽ നിൽക്കുന്നത്, അവിടെയൊന്നും അബ്സോർഷൻ സ്പെക്ട്രം ഇല്ല. അപ്പോൾ അബ്സോർഷൻ സ്പെക്ട്രം ഉണ്ടാകുന്നത് എവിടെ മാത്രം? ഇലക്ട്രോണിക് ഡി എക്സൈറ്റേഷൻ ടേക്സ് പ്ലേസ് ഫ്രം ഹയർ എനർജി ലെവൽ ടു ഫസ്റ്റ് ലെവൽ. അപ്പോൾ ഒന്നാമത്തെ ലെവലിലേക്ക് വരുന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അവിടെ എന്തുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അബ്സോർഷൻ സ്പെക്ട്രം ഉണ്ട്. അങ്ങനെ വന്നില്ല എങ്കിൽ, എമിഷൻ സ്പെക്ട്രത്തിൽ അങ്ങനെയല്ല ലൈറ്റ് വരുന്നത്, എമിഷൻ ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചാണെങ്കിൽ അവിടെ അബ്സോർഷൻ സ്പെക്ട്രം ഇല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അബ്സോർഷൻ സ്പെക്ട്രം ഇല്ല. അങ്ങനെയാണെങ്കിൽ രക്തം മാത്രം ഏതൊക്കെ അബ്സോർഷൻ സ്പെക്ട്രം വരുന്നത്? ഇവിടെ ഫസ്റ്റ് ലൈൻ അബ്സോർഷൻ സ്പെക്ട്ര, കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്, അവിടെ അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ട് കറസ്പോണ്ടിങ്. സെക്കൻഡ് ലൈൻ വന്നേക്കുന്നു, സെക്കൻഡ് ലൈൻ കാണിച്ചിരിക്കുന്നതും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ്, എയിലേക്കാണ് വരുന്നത്, ഏറ്റവും താഴെയല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു അബ്സോർഷൻ സ്പെക്ട്രം ഉണ്ട്. അപ്പം അടുത്തത് തന്നിരിക്കുന്നു X-A, അവിടെ ഒരു അബ്സോർഷൻ സ്പെക്ട്രം മൂന്നാമത്തെ ലൈനും ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കാണിച്ചിരിക്കുന്ന 4ാമത്തെ 5ാമത്തെ 6ാമത്തെ ലൈറ്റ്, ആ ലൈറ്റുകളൊന്നും വരുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കല്ല, താഴത്തെ എനർജി ലെവലിലേക്കല്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തില്ല? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അബ്സോർഷൻ സ്പെക്ട്രം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം 4, 5, 6. ദ ലൈൻസ് 4, 5, 6 ഡു നോട്ട് ഹാവ് എ കറസ്പോണ്ടിങ് അബ്സോർഷൻ സ്പെക്ട്ര. അപ്പോൾ ഇവയ്ക്ക് അബ്സോർഷൻ സ്പെക്ട്ര ഇല്ല, കാരണം അവ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കല്ല വരുന്നത്. ഇത്രയും നോക്കിയാൽ മതി. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എമിഷൻ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അബ്സോർഷൻ സ്പെക്ട്ര ആബ്സെൻ്റ് ആയിരിക്കും. അതാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ അടുത്ത 21. എ certain electronic transition from an excited state to ground state of a hydrogen atom is one or more steps gives rise to 3 lines in the ultraviolet region of the spectrum. So how many lines does this transition produce in the infrared region of the spectrum? അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം കുറച്ച് ലെങ്തിയാണ്, കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എ certain electronic transition from the excited state to ground state. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ ചില ഡി എക്സൈറ്റേഷൻ നടക്കുന്നു, ഇലക്ട്രോണിക് ഡി എക്സൈറ്റേഷൻ. എവിടെ നിന്ന്? ഹയർ ലെവലിൽ നിന്നും ഗ്രൗണ്ട് ലെവലിലേക്ക്. അങ്ങനെ നടക്കുമ്പോൾ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ 1 or more സ്റ്റെപ്സ്. ഒറ്റ സ്റ്റെപ്പിലല്ല നടക്കുന്നത് അല്ലെ, പല പല സ്റ്റെപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി സ്റ്റെപ്പിലായിട്ടാണ് ഡി എക്സൈറ്റേഷൻ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറേ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകും അല്ലേ. സം സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. അതിൽ ചിലത് അല്ലെ 3 ലൈൻസ്, അതിൽ 3 പേര് എന്താണ്? അൾട്രാവയലറ്റ് റീജിയനിലാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്പെക്ട്രൽ ലൈൻസ് ആർ ദെയർ ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ? എങ്കിൽ ഇൻഫ്രാറെഡ് റീജിയനിൽ എത്ര സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എത്ര സ്പെക്ട്രൽ ലൈൻസ് ഇൻഫ്രാറെഡ് റീജിയനിൽ കാണും എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സൈറ്റേഷൻ, സർട്ടൺ എക്സൈറ്റേഷനേ തന്നിട്ടുള്ളൂ. കൃത്യമായിട്ട് എനർജി ലെവൽ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, എവിടെ നിന്ന് ഇലക്ട്രോൺ വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് അൾട്രാവയലറ്റ് റീജിയനിൽ ലൈറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, 3 ലൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഫ്രാറെഡ് റീജിയനിൽ എത്ര ലൈറ്റ് ഉണ്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. അൾട്രാവയലറ്റ് റീജിയനിൽ 3 ലൈറ്റ് കിട്ടണമെങ്കിൽ അത് എവിടെ നിന്നൊക്കെ വരണം? നമുക്കറിയാം അൾട്രാവയലറ്റ് റീജിയൻ്റെ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ അൾട്രാവയലറ്റ് റീജിയൻ ലൈമാൻ സീരീസാണ്. അപ്പോൾ ലൈമാൻ സീരീസിലുള്ള ലൈറ്റ് വരുന്നത് എവിടുന്നാണ്?
മുകളിൽ നിന്നെന്ന് പറഞ്ഞാൽ സെക്കൻഡ് എനർജി ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്ക് ഇലക്ട്രോൺ വരാം. അപ്പോൾ അൾട്രാ വയലറ്റ് റീജിയനിലെ ലൈറ്റ് കിട്ടും. സെക്കൻഡ് ലെവലിൽ കഴിഞ്ഞു, അടുത്ത തേർഡ് ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്ക് വരാം, അതും അൾട്രാ വയലറ്റ് റീജിയനിലാണ്. അടുത്ത എവിടുന്ന ഫോർത്ത് ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്ക് വരാം, അതും അൾട്രാ വയലറ്റ് റീജിയനാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 3 ട്രാൻസിഷനും ഉണ്ടാകുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഹൗ മെനി ആർ ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം 3 ലൈറ്റ് അൾട്രാ വയലറ്റ് റീജിയനിൽ കിട്ടിയാൽ ഇലക്ട്രോൺ മാക്സിമം ഇരിക്കുന്നത് എവിടെയാണ്? 4ാമത്തെ ലെവലിലാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് ഇലക്ട്രോൺ പോയിട്ടില്ല. ഇലക്ട്രോൺ അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അൾട്രാ വയലറ്റ് റീജിയനിൽ വീണ്ടും സ്പെക്ട്രൽ ലൈൻ്റെ എണ്ണം കൂടിയേനെ, അങ്ങനെ ട്രാൻസിഷൻ പോസിബിൾ ആയേനെ. അവിടെ അങ്ങനെ പോസിബിലിറ്റി പറയുന്നില്ല. മാക്സിമം 3 എണ്ണം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോൺ എവിടുന്ന് വരണം? 4ാമത്തെ ലെവലിൽ നിന്ന് വരണം. അപ്പോൾ 4ാമത്തെ ലെവലിലേക്ക് ഇലക്ട്രോണിൻ്റെ ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോൾ, ലെവലിൽ നിന്ന് നടക്കുമ്പോൾ അത് ഫസ്റ്റ് ലെവലിലേക്ക് വരുന്നതാണ് അൾട്രാ വയലറ്റ് UV ലൈറ്റ്. ചോദ്യം അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഇൻഫ്രാറെഡ് റീജിയനിൽ കാണും? എന്താ ഇൻഫ്രാറെഡിൻ്റെ പ്രത്യേകത? നമുക്കറിയാം ഫസ്റ്റ് സീരീസ് UV ലൈറ്റ് ലൈമാൻ സീരീസ്, സെക്കൻഡ് സീരീസ് ബാൽമർ സീരീസ് എന്ന് വെച്ചാൽ എനർജി എമിഷൻ ഹയർ എനർജി ലെവൽ ടു സെക്കൻഡ് ലെവൽ. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റിയേ ഉള്ളൂ, 3ൽ നിന്നും 2ലേക്ക്, 4ൽ നിന്നും 2ലേക്ക്. ഇത് രണ്ടും വിസിബിൾ റീജിയൻ ആയിരിക്കും. പിന്നെ ഉള്ളതാണ് UV റീജിയൻ. ഏതൊക്കെയാ? പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് ആണല്ലോ. അതിൽ നമുക്കുള്ള പോസിബിലിറ്റി മാത്രം പരിശോധിച്ചാൽ മതി. എന്ത് വരും? 4ാമത്തെയാണ് മാക്സിമം എനർജി ലെവൽ എന്ന് അറിയാം. എങ്ങനെ അറിയാം? അൾട്രാ വയലറ്റ് റീജിയനിൽ 3 ലൈറ്റേ ഉള്ളൂ. അപ്പോൾ 4ാമത്തെ ലെവലിൽ നിന്നും താഴേക്ക് വരുമ്പോൾ 4ൽ നിന്നും 3ലേക്ക്, കാരണം 2ലേക്ക് വന്നാൽ സീരീസ് മാറി, അത് വിസിബിൾ ലൈറ്റ് ആകും. അപ്പോൾ 4ൽ നിന്ന് 3ലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ട്രാൻസിഷനേ പോസിബിൾ ഉള്ളൂ. അത് മാത്രം അല്ലേ ഏത് സീരീസിൽ വരും? പാഷൻ സീരീസ്. ആ പാഷൻ സീരീസിൽ ഒരൊറ്റ ലൈറ്റ് മാത്രം നമുക്ക് കിട്ടും. വിച്ച് റീജിയൻ? IR റീജിയൻ. അപ്പോൾ IR റീജിയനിൽ എത്ര ലൈറ്റ് ഉണ്ട്? ഒരേ ഒരു ലൈറ്റേ ഉള്ളൂ. ആൻസർ 1 ആണ്. സോ ഓപ്ഷൻ എ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ക്വസ്റ്റിനകത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഊഹിച്ചെടുത്തു. എങ്ങനെയാണ് ഊഹിച്ചേ? കാരണം UV ലൈറ്റിൽ ഉണ്ടാകുന്ന സ്പെക്ട്രൽ ലൈനുകളുടെ എണ്ണം 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ലൈറ്റ് UV റീജിയനിൽ കിട്ടണമെങ്കിൽ ഇലക്ട്രോൺ വരുന്നത് സെക്കൻഡ് ലെവലിൽ നിന്നും ഫസ്റ്റ്, തേർഡിൽ നിന്നും ഫസ്റ്റ്, ഫോർത്തിൽ നിന്നും ഫസ്റ്റ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇലക്ട്രോൺ പോകുന്നില്ല. ഇലക്ട്രോൺ ഇരിക്കുന്നത് ഫോർത്ത് ലെവലിലാണ്, മാക്സിമം ഫോർത്ത് ലെവലിലാണ് ഇരിക്കുന്നത്. ഹയസ്റ്റ് ലെവൽ 4 ആണ്. ആ 4ൽ നിന്നും ഇൻഫ്രാറെഡ് ലൈറ്റിന് തുല്യമായിട്ടൊരു എമിഷൻ നടക്കണമെങ്കിൽ 4 to 3 മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. പാഷൻ സീരീസിലെ ലൈറ്റാണ്. അപ്പോൾ ഇത് മാത്രം IR റീജിയൻ. സോ ഇതാണ് ആൻസർ. എ ഈസ് ദ ആൻസർ. സോ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ലോവസ്റ്റ് എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആർ ഷോൺ ഇൻ ദ ഫിഗർ. ദ നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് കുഡ് ബി. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 4 ലോവസ്റ്റ് എനർജി ലെവൽസ് ആർ ഗിവൺ. അപ്പോൾ ഈ തന്നിരിക്കുന്ന എനർജി ലെവൽസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 4 എനർജി ലെവൽ അല്ലേ, ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ, എനർജി കുറഞ്ഞ 4 ലെവലുകളാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, 4 ലെവൽസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇങ്ങനെയാണ്, ദ നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് കുഡ് ബി. 4ാമത്തെ എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺ താഴേക്ക് വന്നാൽ മാക്സിമം ഉണ്ടാകുന്ന എമിഷൻ ലൈൻസ് എത്രയാണെന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ താണ്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ഡി എക്സൈറ്റ് ചെയ്താൽ മാക്സിമം എത്ര എമിഷൻ ലൈൻസ് കിട്ടും? ഫസ്റ്റ് ഗ്രൗണ്ട് ലെവൽ വരെ വരാം. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ വരെ ഇലക്ട്രോൺ വന്നാൽ അവിടെ ഉണ്ടാകുന്ന എമിഷൻ സ്പെക്ട്രത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്തായിരുന്നു? n × n-1/2. ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, കാരണം ഗ്രൗണ്ട് ലെവൽ വരെ ഇലക്ട്രോൺ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? n-ൻ്റെ വില അറിയാം, ഫോർത്ത് ലെവൽ, മാക്സിമം എനർജി ലെവൽ 4 ആണ്. അതിൽ നിന്നും n × അടുത്ത എന്താ? n-1, 4 - 1 വേണം. 4 - 1/2 ഈസ് ദ ആൻസർ. സോ 2 ഉം 4ഉം ക്യാൻസൽ, 2 വരും അല്ലേ, 2 വരും, ചെറുതാക്കാം. 2 × 3. സോ ആൻസർ ഈസ് 2 × 3 എത്രയാ? 6. 6 സ്പെക്ട്രൽ ലൈൻസ് ആർ പോസിബിൾ. ആൻസർ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, 6 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ദിസ് മച്ച് ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. അപ്പോൾ മുകളിൽ നിന്ന് ഇലക്ട്രോൺ താഴേക്ക് വരുമ്പോൾ 6 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകും. കാരണം n1ലേക്കാണ് വരുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ n × n-1/2. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടുന്ന ഉത്തരം. സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ഫോർ ഹൈഡ്രജൻ ആറ്റം ദ നമ്പർ ഓഫ് അബ്സോർഷൻ ലൈൻസ് കുഡ് ബി. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചോദിച്ച അതേ ചോദ്യവുമായി ബന്ധപ്പെട്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ചോദ്യത്തിൽ എന്താ വ്യത്യാസം? അബ്സോർഷൻ സ്പെക്ട്രയുടെ എണ്ണം ചോദിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ എമിഷൻ സ്പെക്ട്രയുടെ എണ്ണം കണ്ടുപിടിച്ചല്ലോ. കാരണം എന്താ? ഇവിടെ 4 എനർജി ലെവൽസ് തന്നിട്ടുണ്ട്. ആ 4 എനർജി ലെവൽസ് വന്നാൽ അവിടെ ഉണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് n × n-1/2. നമ്മൾ ഓപ്ഷൻ സോൾവ് ചെയ്തു. സോ ഹൗ മെനി ലൈൻസ് അവിടെ കിട്ടി? ഫോർത്ത് ലെവലിൽ നിന്നാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ 4 × 4-1/2 എത്ര കിട്ടി? 4, 2 ക്യാൻസൽ, 2 × 3. 2 × 3 = 6 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ 6 ഈസ് ദ ആൻസർ. നമ്പർ ഓഫ്
എമിഷൻ സ്പെക്ട്ര 6. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്തായിരുന്നു? ഹൗ മെനി നമ്പർ ഓഫ് അബ്സോർഷൻ ലൈൻസ് ആർ ദെയർ? നമുക്കറിയാം അബ്സോർഷൻ എമിഷൻ തമ്മിലുള്ള ബന്ധം എന്താ? അബ്സോർഷൻ സ്പെക്ട്ര കിട്ടണമെങ്കിൽ എമിഷൻ ലൈൻസ് എങ്ങോട്ട് വരണം? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നും 4ാമത്തെ ലെവലിൽ നിന്ന് ഇലക്ട്രോൺ താഴേക്ക് വരുമ്പോൾ എത്ര ലൈന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കുണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് എനർജി ലെവലിലേക്കാണ് വരുന്നത്. അവർക്കെല്ലാം കറസ്പോണ്ടിങ് ആയി അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ടാകും. അല്ലാത്ത ട്രാൻസിഷൻസിന് അബ്സോർഷൻ സ്പെക്ട്ര ഇല്ല. അപ്പോൾ എത്ര അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ടാകുമെന്നാ ചോദ്യം. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാകും നോക്കാം. 4ൽ നിന്നും 1ലേക്ക് നേരിട്ട് വന്നാൽ അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ട്. 3ൽ നിന്ന് 1ലേക്ക് വന്നാൽ അബ്സോർഷൻ ഉണ്ട്. 2ൽ നിന്ന് 1ലേക്ക് വന്നാൽ അബ്സോർഷൻ സ്പെക്ട്ര. ഇതെല്ലാം എമിഷൻസാണ്. ഈ എമിഷൻസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ട്. അല്ലാത്ത എമിഷൻസ് ഒന്നും അല്ലെ 4ൽ നിന്ന് 3ലേക്ക് വരുന്ന എമിഷനോ 3ൽ നിന്ന് 2ലേക്ക് വരുന്ന എമിഷനോ ഇവിടെ ഒന്നും എന്തില്ല? അബ്സോർഷൻ സ്പെക്ട്രകളില്ല. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള സ്പെക്ട്രൽ ലൈൻസ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ 6 എണ്ണമാണ്. അതിൽ 3 എണ്ണം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ്. അവിടെയെല്ലാം കറസ്പോണ്ടിങ് ആയി അബ്സോർഷൻ സ്പെക്ട്ര ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉത്തരം പറയേണ്ടത്? ദ ആൻസർ ഈസ് 3. സോ ഹൗ മെനി അബ്സോർഷൻ സ്പെക്ട്രാസ് ആർ ദെയർ? 3. 3 അബ്സോർഷൻ സ്പെക്ട്രകളുണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാത്തവർക്കൊന്നും അബ്സോർഷൻ സ്പെക്ട്രകൾ ഇല്ല. ഇവർക്കൊന്നും അബ്സോർഷൻ സ്പെക്ട്ര ഇല്ല. സോ നെക്സ്റ്റ് 24. ഇഫ് 9.9 ഇലക്ട്രോൺ വോൾട്ട് എനർജി സപ്ലൈഡ് ടു ഹൈഡ്രജൻ ആറ്റം ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് നിങ്ങൾ 9.9 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുത്താൽ ആ എക്സൈറ്റേഷൻ വഴി, അപ്പോൾ ഇലക്ട്രോണിനകത്തേക്ക് എനർജി കൊടുക്കുമ്പോൾ എക്സൈറ്റ് ചെയ്യും. ആ എക്സൈറ്റേഷൻ വഴി ഇലക്ട്രോൺ ഹയർ ലെവലിലേക്ക് പോകണം. എന്നിട്ടോ ആ ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോൾ എത്രമാത്രം എന്തുണ്ടാകും? സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകുമെന്ന ചോദ്യം. ഹൗ മെനി നമ്പേഴ്സ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഡി എക്സൈറ്റേഷൻ ആഫ്റ്റർ ആൻ എനർജി ഓഫ് 9.9 ഈസ് ഗിവൺ. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്കറിയാവുന്ന കാര്യം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നതാണ്ട് ഇതാ. എത്രയാണ് ഫസ്റ്റ് എനർജി ലെവലിൻ്റെ എനർജി വാല്യൂ? ഒന്നാമത്തെ എനർജി ലെവലിൻ്റെ എനർജി വാല്യൂ, എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ ബോർ ഇക്വേഷൻ പഠിച്ചു. എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ വോൾട്ടിൽ പറഞ്ഞ് -13.6 ഇൻറ്റു Z² / n². ഇതാണ് എനർജി ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എനർജി എത്രയാ? -13.6 ഇൻറ്റു Z². ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 1² ആണ്. ഡിവൈഡ് ബൈ ഫസ്റ്റ് എനർജി ലെവലിൻ്റെ എനർജി ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഫസ്റ്റ് ലെവലിൻ്റെ എനർജി ഇത്രയാണ്, -13.6 ഇലക്ട്രോൺ വോൾട്ട്. തൊട്ടടുത്ത ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ രണ്ടാമത്തെ എനർജി ലെവൽ E2 ആണെങ്കിലോ ഇതേപോലെ E2 കണ്ടുപിടിക്കണം. എന്താ E2ൻ്റെ വില? E ഈസ് ഈക്വൽ ടു, ഇത് E1 ആണെങ്കിൽ E2 ഈസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ -13.6 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിലാണ് Z² ഹൈഡ്രജൻ ആണ് 1² ഡിവൈഡഡ് ബൈ n². സെക്കൻഡ് എനർജി ലെവൽ 2² എന്ന് വരും. 1² / 2². സോ വിച്ച് ഈസ് എത്ര വന്നു? -13.6 ഡിവൈഡ് ബൈ 2² 4 ആണ്. 13.6 ഡിവൈഡ് ബൈ 4 അല്ലേ? 13.6 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 13.6 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ, നമുക്ക് ആ ഡെസിമൽ സ്ഥാനം അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാം. ഡെസിമൽ സ്ഥാനം തൽക്കാലം നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ 13-നകത്ത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 × 4 12. 12 എടുത്താൽ റിമൈൻഡർ 1 ആണ് 6. അപ്പോൾ 4 തവണ. സോ 4 × 4 16 0. സോ ആൻസർ ഈസ് 34. അവിടെ ഡെസിമൽ സ്ഥാനമുണ്ട്. അപ്പോൾ ഒരു ഡെസിമൽ സ്ഥാനം കൊടുത്താൽ നമുക്ക് എന്ത് പറയാം? 3.4 ഈസ് ദ ആൻസർ. 3.4 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് ഉണ്ടേ. അപ്പോൾ ആദ്യം -13.6 ഫസ്റ്റ് ലെവൽ, 2 -3.4. സോ വാട്ട് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഇത് -3.4, ഇത് -30.6. രണ്ട് തമ്മിലുള്ള എനർജി വ്യത്യാസം ΔE എത്രയായിരിക്കും? ഡിഫറൻസ് ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാ? E1 E2 തമ്മിലുള്ള വ്യത്യാസം E1 - E2 which is equal to -13.6 -3.4. -13.6 -3.4 എത്ര വന്നു? -13.6 + 3.4 അല്ലേ? ഡിഫറൻറ്റ് ചിഹ്നം വന്നാൽ, വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം. 13.6 3.4 തമ്മിലുള്ള വ്യത്യാസം 13.6 - 3.4. 6 ൽ 4 പോയാൽ 2, 3 പോയാൽ 0. സോ ദ ആൻസർ ഈസ് 10.2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി, രണ്ട് എനർജി ലെവൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് 10.2 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 10.2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം മൈനസ് കൊടുക്കുക, മൈനസ് ഡയറക്ഷൻ വേണ്ട. അപ്പോൾ എന്തായാലും എനർജി ഗ്യാപ്പ് 10.2 ആണ്. അപ്പോൾ നിങ്ങൾ 10.2 എനർജി ഗ്യാപ്പുള്ള ഈ ലെവലിൻ്റെ ഇടയ്ക്ക് എത്ര എനർജി കൊടുത്തു? 9.9 കൊടുത്തുള്ളൂ. ഇറ്റ് ഈസ് ലെസ് ദാൻ 10.2. അപ്പോൾ 10.2ന് താഴെയുള്ള ഒരു എനർജിയാണ് നിങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇത്രയും എനർജി നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ കൊടുത്തത് ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ കൊടുത്ത എനർജി ഉപയോഗിച്ച് ഇലക്ട്രോൺ ഒരിക്കലും ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഈ മുകളിലുള്ള എക്സൈറ്റഡ് ലെവലിൽ എത്താൻ കഴിയില്ല. സോ ദ എനർജി ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. ദാറ്റ്
much of energy is not sufficient for the electronic excitation. So how many spectral lines are produced? Excitation നടക്കുന്നില്ല എങ്കിൽ നോ സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. കാരണം അവിടെ ഡി എക്സൈറ്റേഷൻ ഇലക്ട്രോൺ ഇല്ല, ഇലക്ട്രോൺ താഴെ നിന്ന് മുകളിലേക്ക് പോയില്ല, കാരണം അത്രയും എനർജി ഇലക്ട്രോണിന് കിട്ടിയില്ല. സോ ഹൗ മെനി സ്പെക്ട്രൽ ലൈൻസ്? 0. ആൻസർ 0 ആണ്. നോ സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ കൃത്യമായിട്ട് ഉത്തരം എഴുതി വെക്കണം, 0 സ്പെക്ട്രൽ ലൈൻസ്. എന്താ കാരണം? ബിക്കോസ് ഇലക്ട്രോണിന് കൊടുത്ത എനർജി മുകളിൽ വരെ എത്താൻ ആവശ്യമായിട്ട് എനർജി ഇല്ല. ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 10.2. ആ 10.2 എനർജി നമ്മൾ കൊടുത്തില്ല. നമ്മൾ കൊടുത്തതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന എനർജിയാണ് 9.9 കൊടുത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ എക്സൈറ്റേറ്റ് ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? തിരിച്ചങ്ങ് താഴെ പോകും. സോ നോ എമിഷൻ ടേക്സ് പ്ലേസ്. മുകളിൽ നിന്ന് ഇലക്ട്രോൺ താഴേക്ക് വരില്ല. ഈ ലെവലിൽ ഇലക്ട്രോൺ എത്തിയില്ലെങ്കിൽ പിന്നെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ ഇല്ല, അതുകൊണ്ട് തിരിച്ച് ഡി എക്സൈറ്റേഷനും ഇല്ല, സ്പെക്ട്രവും ഇല്ല. അപ്പോൾ നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ താണ്ട് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ E is equal to -2.178 into 10⁻18 joule Z² by N². Wavelength of the light required to excite an electron in an hydrogen atom from level n is equal to 1 to n is equal to 2 will be. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ എനർജി അവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? ഇലക്ട്രോണിൻ്റെ എനർജി E is equal to -2.178 into 10⁻18 into Z² by N². എങ്കിൽ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് റിക്വയർഡ് ടു എക്സൈറ്റ് ആൻ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യിക്കുന്നു. എത്രാമത്തെ ലെവലിൽ നിന്നും? ഫസ്റ്റ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക്. അപ്പോൾ ഫസ്റ്റ് എനർജി ലെവലിൽ നിന്നും സെക്കൻഡ് എനർജി ലെവലിലേക്ക് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നടക്കുന്നു. എക്സൈറ്റേഷൻ ആണ് മുകളിലേക്ക് ഇലക്ട്രോൺ പോകണം. അപ്പോൾ എക്സൈറ്റേഷൻ നടക്കുന്നു ഹൈഡ്രജൻ ആറ്റത്തിലാണ്, ഫോർ ഹൈഡ്രജൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടുന്ന ലാംഡ എത്ര? വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് റിക്വയർഡ്. സോ വിച്ച് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് ഗിവൺ? വിച്ച് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദിസ് എക്സൈറ്റേഷൻ? അപ്പോൾ ഏത് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് കൊടുത്താൽ ഈ എക്സൈറ്റേഷൻ നടക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് ചിലപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനർജി ആയിട്ട് ചോദിക്കാം. ഏത് എനർജി ഉള്ള ലൈറ്റ് കൊടുത്താൽ എക്സൈറ്റേഷൻ നടക്കും? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് എനർജി ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് വേവ് നമ്പർ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ഏത് വേവ് നമ്പറുള്ള ലൈറ്റ് കൊടുത്താൽ ഈ എക്സൈറ്റേഷൻ നടക്കും എന്നും ചോദിക്കാം. വേവ് നമ്പർ ന്യൂ ബാർ നേരിട്ട് ചോദിക്കാം. ഇവിടെ ചോദിക്കുന്ന ലാംഡ ഏതാണെന്നാ ചോദ്യം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താ? നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസിഷനുമായി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ബേസിക്കായിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ ന്യൂ ബാറിൻ്റെയാണ്. അപ്പോൾ ന്യൂ ബാർ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ അല്ലേ? വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തായിരുന്നു വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അറ്റോമിക് നമ്പർ വേണ്ട, ഇസഡ് വേണ്ട. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. വേവ് നമ്പർ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഏത് വേവ് നമ്പറുള്ള ലൈറ്റ് ആണെന്ന് നമുക്ക് അറിഞ്ഞാൽ വേവ് നമ്പറിനെ നമുക്ക് എന്താക്കി മാറ്റാം? എനർജി ആക്കി മാറ്റാം. അല്ലെങ്കിൽ വേവ് നമ്പറിനെ നമുക്ക് ലാംഡയാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്വസ്റ്റിനകത്ത് ഒരു കാര്യം കൂടി ഇവർ തന്നിട്ടുണ്ട്. അതുകൂടെ ചെയ്തിട്ട് അതുകൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ E എന്ന് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ച് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താണ്ടെ എനർജി ഈസ് ഈക്വൽ ടു -2.178 into 10⁻18 into Z² by N² എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നതിന് പകരം ന്യൂ ബാറിന് പകരം എനർജി ഇക്വേഷൻ എടുക്കണം. അപ്പോൾ എന്തായിരുന്നു എനർജി ഇക്വേഷൻ? -2.178 into 10⁻18 into Z² by N². ഇതാണ് എനർജിയുടെ ഇക്വേഷൻ. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ ഒരു എനർജി വ്യത്യാസം ഉണ്ടാകില്ലേ? എനർജി ഗ്യാപ്പ് ഉണ്ടാകില്ലേ? അങ്ങനെയാണെങ്കിൽ ആ എനർജി ഗ്യാപ്പ് ΔE ആണെന്നിരിക്കട്ടെ. ദ എനർജി ഗ്യാപ്പ് ഈസ് ΔE. അപ്പോൾ ചേഞ്ച് ഇൻ എനർജിയാണ് ΔE. അങ്ങനെയാണെങ്കിൽ ΔEയുടെ വില എത്രയായിരിക്കും? ΔEയുടെ വില കണ്ടുപിടിച്ചാൽ നമുക്ക് പറയാം ΔE ഈസ് E2 - E1. ഫൈനൽ ലെവൽ സെക്കൻഡ് ലെവലിൻ്റെ എനർജി മൈനസ് ഫസ്റ്റ് ലെവലിൻ്റെ എനർജി, അതാണല്ലോ എനർജി ഗ്യാപ്പ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് എനർജി കണ്ടുപിടിക്കാൻ, ഒരു ലെവലിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഓരോ ലെവലിലും ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ΔE എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ, അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. ΔE സമം നമ്മൾ എങ്ങനെ എഴുതി? -2.178 into
10⁻⁻18 ഇൻറ്റു അറ്റോമിക് നമ്പർ ഇസഡ് സ്ക്വയർ ആണ്, ഇസഡ് സ്ക്വയർ ഹൈഡ്രജൻ ആയതുകൊണ്ട് 1 എന്നെടുക്കാം, ഹൈഡ്രജൻ്റെ ഇസഡ് സ്ക്വയർ 1 ആണ്, ഇൻറ്റു ഇത്രയും ഭാഗം പുറത്തെടുത്താൽ നമുക്ക് എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. എന്ത് ചെയ്താൽ മതി? ഇത്രയും കോൺസ്റ്റൻറ്റ് ടേമുകളെ വെളിയിലെടുക്കണം, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ആരെ കൊടുക്കണം? ഒന്നാമത് എഴുതിയിരിക്കുന്ന എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ ഏതാ? E2 ആണ്. E2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ ഏതാ? N2 സ്ക്വയർ മൈനസ് ഫസ്റ്റ് ഒന്നാമത്തെ ലെവല് N1 സ്ക്വയർ അല്ലേ? ഇവിടെ N സ്ക്വയർ എന്നേ ഉള്ളൂ. ആ N സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു? N2 സ്ക്വയർ N1 സ്ക്വയറും ആക്കി. അപ്പോൾ 1/N2 സ്ക്വയർ മൈനസ് 1/N1 സ്ക്വയർ. ഡിനോമിനേറ്ററിലല്ലേ N കിടക്കുന്നത്? N സ്ക്വയർ ഇസഡ് സ്ക്വയർ ബൈ N സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിൽ അത്രയും ടൈമിനെ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. അത്രയും വെളിയിലെടുത്തതിന് ശേഷം 1/N സ്ക്വയർ എന്ന് വരും. അത് E2 മൈനസ് E1 എടുക്കുമ്പോൾ 1/N2 സ്ക്വയർ മൈനസ് 1/N1 സ്ക്വയർ അല്ലേ? ഡയറക്റ്റ് ആയിട്ട് എനർജി ഗ്യാപ്പ് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ, E2 മൈനസ് E1. ഇനി E1 മൈനസ് E2 ആണ് എടുക്കുന്നതെങ്കിൽ N1 ആദ്യം വരും, N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഏതാണോ ആദ്യം എഴുതുന്നത് അതനുസരിച്ചാണ് എനർജി ലെവൽ. എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയേ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 2.178 ഇൻറ്റു 10⁻⁻18. ഇവിടെ ഇസഡ് സ്ക്വയർ അത്ര അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1. അപ്പോൾ അറ്റോമിക് നമ്പർ എഴുതേണ്ട, 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഇനി 1/, വാട്ട് ഈസ് N2? ഇവിടെ N2 ഏതാ? സെക്കൻഡ് ലെവൽ. സോ 2 സ്ക്വയർ മൈനസ് വാട്ട് ഈസ് 1? N1 ഫസ്റ്റ് ലെവൽ. സോ 1/1 സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2.178 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/2 സ്ക്വയർ, ദാറ്റ് ഈസ് 4. 2 സ്ക്വയറിനെ 4 എന്ന് എഴുതാം. 1/4 മൈനസ് 1/1. 1/4 മൈനസ് 1/1. നമുക്കിതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു, വിച്ച് ഈസ് അഗെയിൻ ഈക്വൽ ടു മൈനസ് 2.178 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/4 മൈനസ് 1/1 എന്ന് വെച്ചാൽ 1 മൈനസ് 4/4 ഇൻറ്റു 1. 1 മൈനസ് 4 മൈനസ് 3. സോ മൈനസ് 3/4. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? മൈനസും മൈനസോടെ ക്യാൻസൽ ചെയ്ത് എന്താകും? പ്ലസ് ആകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2.178 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 3/4 ഇൻറ്റു 3/4. അതുകൊണ്ട് ഇത്രയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് സോൾവ് ചെയ്ത് ചെറുതാക്കി എഴുതണ്ടേ? 2ഉം 4 ക്യാൻസൽ ചെയ്യണ്ടേ? തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പിന്നെ നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. എന്തിൻ്റെ വില? ഡെൽറ്റ ഇയുടെ വില. നമുക്ക് ചോദ്യം ഡെൽറ്റ ഇ ആണോ? അല്ല, വാട്ട് ഈസ് എ വേവ് ലെങ്ത് എന്നാ ചോദ്യം. അപ്പോൾ എനർജിയെ നമ്മൾ വേവ് ലെങ്ത് ആക്കി മാറ്റണം. അപ്പോൾ എനർജിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, എനർജി ചേഞ്ച് നമുക്ക് കിട്ടി. ഈ എനർജി ചേഞ്ചിനെ നമ്മൾ എന്താക്കുന്നു? ഈ എനർജി ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ലൈറ്റ്, അല്ലെങ്കിൽ ഇത്രയും എനർജി ഉള്ള ലൈറ്റ് ഏത്, ഈ എനർജി ചേഞ്ച് സംഭവിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ലൈറ്റ് ഏത്? അപ്പോൾ ഡെൽറ്റ ഇ എനർജിയുള്ള ലൈറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ പറ. എനർജിയും വേവ് ലെങ്തും തമ്മിലുള്ള ബന്ധം, എനർജിയും വേവ് ലെങ്തും തമ്മിലുള്ള ബന്ധം എന്താ? എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു സി ബൈ ലാംഡ. ന്യൂ എന്ന് പറഞ്ഞാൽ സി ബൈ ലാംഡയാണ്. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു, എനർജിയും ലാംഡയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. ഡെൽറ്റ ഇ അല്ലെങ്കിൽ ഇ, എനർജി ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. അപ്പോൾ ഇതേ ഇക്വേഷൻ ഇവിടെയും കൊടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? എനർജി ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ തന്നിരിക്കുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമാണ്? എച്ച് സി ബൈ ലാംഡയ്ക്ക് തുല്യം. ഈ തന്നിരിക്കുന്ന വില എച്ച് സി ബൈ ലാംഡയ്ക്ക് തുല്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് വാല്യൂവും കൂടെ ഒരുമിച്ച് എഴുതിയാൽ, ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം എഴുതുന്നു. 2.178 ഇൻറ്റു ഡെൽറ്റ ഇയുടെ വിലയാണ് എഴുതുന്നത്. 178 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 3/4 ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു സി ബൈ ലാംഡ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിച്ചാൽ, അപ്പോൾ ഇവിടെ സി ബൈ ലാംഡ എന്നാണ് നടക്കുന്നത്, ഡിനോമിനേറ്ററിലാണ് ലാംഡ. അപ്പോൾ ലാംഡ കണ്ടുപിടിച്ചാൽ ലാംഡ സമം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലാംഡ ഇഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ വരും. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടൈം മൊത്തം റൈറ്റ് സൈഡിൽ പോകണം. അപ്പോൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ അവിടെ ആരുണ്ട്? എച്ച് സി ഉണ്ട്. എച്ച് ഇൻറ്റു സി കിടപ്പുണ്ട്. അപ്പോൾ എച്ച് സി ഡിവൈഡഡ് ബൈ എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് ഡിനോമിനേറ്ററിലാണ് പോകുന്നത്. അപ്പോൾ എച്ചിൻ്റെ സിയുടെയും വിലയും കൂടെ കൊടുത്ത് എഴുതാം. അപ്പോൾ എച്ച് സിയുടെ വില, എച്ചിൻ്റെ വില എത്ര? 6.62 അല്ലെ? 6.62 ഇൻറ്റു 10⁻⁻34 ആണ് എച്ച് എന്ന് പറയുന്നത്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇനി സി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 ഇൻറ്റു 10⁻8, 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇനി എന്ത് വരും? ഈ ടേം ഇത്രയും ഡിനോമിനേറ്ററിൽ പോകണം. സോ 2.178 അല്ലെ? 178 ഇൻറ്റു 10⁻18 ഇൻറ്റു 3/4 കണ്ടോ? 3/4 താഴച്ച്.
അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഈ മുകളിൽ കിടക്കുന്ന 3 താഴത്തെ 3 കൂടെ ക്യാൻസൽ ആകും. അടുത്ത് ഇനി എന്ത് പറയുന്നു, നമുക്ക് ആ 6ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 6ഉം 2ഉം അല്ലേ, 6.62ഉം 2.2 അല്ലേ, 2.178 ഞങ്ങൾ റൗണ്ട് ചെയ്യും, 2.2 കിട്ടില്ലേ, ഓൾമോസ്റ്റ് ഈക്വൽ ടു 2.2 ആ. എന്തുകൊണ്ട് 2.2 ആക്കി എടുത്താൽ നമുക്ക് 6.6ഉം 2.2ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് ആൻസർ എത്ര എന്ന് കിട്ടും, 3 എന്ന് എഴുതാം. 3 എന്ന് എഴുതാം അല്ലേ, 6.68 ഡിവൈഡ് ബൈ 2.2 3. ചെറിയൊരു വ്യത്യാസം വരുന്നത്, ഒരു ഡെസിമൽ സംഖ്യയുടെ ചെറിയൊരു വ്യത്യാസം. നമുക്കതിനെ റൗണ്ട് ചെയ്തങ്ങ് എടുക്കാം, 3 തന്നെ കിട്ടും, അല്ലെങ്കിൽ 3 പോയിന്റ് സംതിങ് ഒരു ആൻസറാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ സംഖ്യ ഇത്രയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ലാംഡ സമം, therefore ലാംഡ സമം, നമ്മളങ്ങനെ കറക്റ്റ് വാല്യൂ നോക്കിയിരിക്കേണ്ട, സമയം ഒരുപാട് പോകും, പെട്ടെന്ന് എഴുതാനുള്ള മാർഗ്ഗം നോക്കുന്നു, സോൾവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി, 3 ഇൻറ്റു, ഇനി ഡിനോമിനേറ്ററിൽ ആര് കിടപ്പുണ്ട്, ഇത് പോയി, ഇനി ഡിനോമിനേറ്റർ 10⁻18 ഉണ്ട്, അത് കഴിഞ്ഞാൽ 1/4 ഉണ്ട്. ആ ഡിനോമിനേറ്റർ കിടക്കുന്ന 1/4 എന്ത് ചെയ്യും, ക്രോസ് മൾട്ടിപ്ലൈ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/4 4 ആയി മാറും. 4/1 ദാറ്റ് ഈസ് 4 ഇൻറ്റു, ഇനി 10ൻ്റെ പവേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതണം. 10 മുകളിൽ -34 ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു 10⁸ ഉണ്ട്, ഡിനോമിനേറ്ററിൽ 10⁻18 കിടപ്പുണ്ട്, അതിനെ മുകളിലാക്കിയാൽ ഇൻറ്റു 10⁻18 ആയിരുന്നു, മുകളിൽ വന്നാൽ +18 ആകും, വിച്ച് ഈസ് ഈക്വൽ ടു 3 × 4 എത്രയാണ്, 3 × 4 12 എന്ന് കിട്ടി. 12 ഇൻറ്റു, ഇനി 10ൻ്റെ പവേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചാക്കണം. എങ്ങനെ 10ൻ്റെ പവേഴ്സ് ഒരുമിച്ചാക്കുന്നത്, a⁻m × a⁻n എന്ന രൂപം, a⁻m × a⁻n a⁻m+n. അപ്പോൾ 10 എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും, 18 + 8 + -34, 18 + 8 26, 26 - 34 എടുത്താൽ എത്ര വരും, 10⁻⁻, അല്ലേ, വലിയ സംഖ്യ 34 ആണ്. അപ്പോൾ 34 ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 34ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. സോ -8. സോ 12 ഇൻറ്റു 10⁻⁻8 ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കണം, ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ അവിടെ ഉണ്ടോ, പറഞ്ഞിരിക്കുന്ന ആൻസർ ഉണ്ടോ എന്ന് നമ്മുടെ ഓപ്ഷനിൽ നോക്കണം. നോക്കി തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ട് നമ്മുടെ ആൻസർ ഉണ്ടോ നോക്ക്. ഓപ്ഷനിൽ തന്നിരിക്കുന്നതിനകത്തുണ്ടോ 12 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടോ, ഇല്ല, 12 എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടില്ല, പക്ഷേ 1.2 തന്നിട്ടുണ്ട് അല്ലേ, പക്ഷേ 1.2 ഇൻറ്റു 10⁻⁷ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡെസിമൽ സ്ഥാനം അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, 12 ഇൻറ്റു 10⁻⁸ മീറ്റർ എന്നാണ്, SI യൂണിറ്റാണ്, മീറ്ററിലാണ് കിട്ടി. അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു സ്ഥാനം എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡെസിമൽ സംഖ്യ അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു, ലെഫ്റ്റിലേക്ക്. അപ്പോൾ 1.2. അപ്പോൾ ലെഫ്റ്റിലേക്കാണെങ്കിൽ മൈനസ് പവർ എന്ത് ചെയ്യും, ഒന്ന് കുറയും, 10⁻⁷. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി നോക്കി പഠിച്ചു വെച്ചേക്കുക. ഇതിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, നിങ്ങളുടെ ആൻസർ കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലാകാത്ത പാർട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാവുന്നതാണ്.